മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും മനുഷ്യനായി ഇറങ്ങി വന്ന യഹോവ ശുവ ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമം മാത്രം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇവിടെ വളരെ പ്രൗഢഗംഭീരമായ അത്യുജ്വലമായ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വളരെ വ്യക്തമായി ദൈവവചനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും സുവിശേഷത്തിൻ്റെ ആവശ്യകത എന്ത്, അത് കാലഹരണപ്പെടാത്തതാണ്. സുവിശേഷം കാലഹരണപ്പെടാത്തതാണ്. ഏതൊരു കാലത്തുമുള്ള ഏതൊരു മനുഷ്യർക്കും, അല്ലെങ്കിൽ അവസാനത്തെ പാപി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ ഈ ഭൂമിയിൽ സുവിശേഷം പ്രസക്തമായ കാര്യമാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുകയുണ്ടായി. ഇവിടെ ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തതെങ്കിലും ഡിബേറ്റ് നടന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. പലർക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടത്തേണ്ടി വന്നതെന്നുള്ള കാര്യം ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും. എന്നാൽ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ആയിട്ട് കാണുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് കാണാൻ പോകുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത് എന്നുള്ള കാര്യം അറിയണമെന്നില്ല. ഇപ്പോൾ തന്നെ ക്ലബ് ഹൗസിലും മറ്റും ധാരാളം നരേഷൻസ് പറന്ന് നടക്കുന്നുണ്ട്. ഞങ്ങളാണ് വെല്ലുവിളിച്ചത്, ഞങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള നിലയിലൊക്കെയാണ് കഥകൾ അവിടെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വസ്തുത, കൃത്യമായ തെളിവുകൾ സഹിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് നടത്തേണ്ടി വന്ന സാഹചര്യം എന്നുള്ളത് ആദ്യം ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 21-ാം തീയതി ഞങ്ങൾ കോന്നിയിലും പരിസര പ്രദേശങ്ങളിലും സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി പരസ്യയോഗങ്ങൾ നടത്തിയിരുന്നു. നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് മൈക്ക് സാങ്ഷനും മറ്റുമൊക്കെ എടുത്ത് തികച്ചും നിയമവിധേയമായ രീതിയിലാണ് ഞങ്ങൾ ആ പരസ്യയോഗങ്ങൾ ക്രമീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരിടത്ത് ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടു. ഞങ്ങളവിടെ ഞങ്ങളുടെ വാഹനങ്ങൾ നിർത്തി ഞങ്ങൾ സുവിശേഷം പറയാൻ ആരംഭിച്ചപ്പോൾ, ഞങ്ങളത് തുടക്കം വിട്ടപ്പോൾ തന്നെ പെട്ടെന്നൊരാൾ ഓടി വരുന്നു. അദ്ദേഹം മൊബൈലും പിടിച്ചുകൊണ്ടാണ് വരുന്നത്, ലൈവ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, ഞങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ പ്രസംഗത്തെ അദ്ദേഹം തടസ്സപ്പെടുത്തുകയുണ്ടായി. ആൽബർട്ട് യോഹന്നാനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിലും ഈ ഇന്ത്യൻ ഭരണഘടനയോടോ ഇന്ത്യൻ നിയമവാഴ്ചയോടോ യാതൊരു വിധമായ ബഹുമാനമോ ആദരവോ ഇല്ലാത്ത വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനും സമാധാനപരമായി, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആശയാവിഷ്കാരത്തിനും ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശം നൽകുന്നുണ്ട്. അത് മൗലിക അവകാശമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(1) അവിടെയും നമ്മളത് കാണുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനനുസൃതമായി ഏത് മതം സ്വീകരിക്കാനും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും തുല്യ അവകാശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാരായ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവകാശത്തെയാണ് അന്ന് ആൽബർട്ട് യോഹന്നാൻ അവിടെ തടസ്സപ്പെടുത്തിയത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുക, അത് ന്യായമായ കാര്യമാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതിവിടെ പറയാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയത്. ഇവിടെ പറയാൻ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശത്തെയാണ് നിഷേധിച്ചത്. ഈ ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ ഇവരൊക്കെ ഇന്ത്യയിൽ എന്തിനാണ് താമസിക്കുന്നതെന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അവർ താമസിച്ചു പോക്കോട്ടെ, ജീവിച്ചു പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ ജീവിച്ചു പോട്ടെ. പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാർ, ഭരണഘടന പൗരന്മാരായ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നിഷേധിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഒരു ആൽബർട്ട് യോഹന്നാനും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന റൈറ്റ്സ് എന്താണ്, ഞങ്ങളുടെ മൗലികമായ അവകാശങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ ആൽബർട്ട് യോഹന്നാൻ ഞങ്ങളുടെ സുവിശേഷ യോഗം തടസ്സപ്പെടുത്താൻ വന്നതൊക്കെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് ആൽബർട്ട് യോഹന്നാൻ ഞങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ ഉത്തരം പറയാനൊട്ട് സമ്മതിച്ചതുമില്ല. ഞങ്ങൾ ഉത്തരം പറഞ്ഞു വരുമ്പോഴേക്കും പുള്ളി വേറെ വിഷയത്തിലേക്ക് പോകും. വെറുതെ ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ
എന്താണ് ചെയ്യുക, മാന്യമായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക, എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കും. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള തൻ്റെ എതിരഭിപ്രായം, തൻ്റെ വിയോജിപ്പ് എന്താണോ അത് പറയും. ആ വിയോജിപ്പിനുള്ള അയാളുടെ മറുപടി എന്താണോ അതും പറയും. അങ്ങനെ പരസ്പരമുള്ള ഒരു ചർച്ചയിൽ, പരസ്പര ബഹുമാനത്തോടു കൂടെയുള്ള ഒരു ചർച്ചയിലൂടെയാണ് കാര്യങ്ങൾക്കൊരു പരിഹാരമൊക്കെ ഉണ്ടാകുന്നത്. എവിടെ അങ്ങനെയാണ്, മാന്യന്മാരുടെ ഇടയിൽ അതങ്ങനെയാണ്. എന്നാൽ ആൽബർട്ട് യോഹന്നാൻ ഞങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചതല്ലാതെ ഉത്തരം പറയാൻ സമ്മതിക്കാത്ത രീതിയിൽ പിന്നെയും പിന്നെയും ഒച്ചയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഞങ്ങൾ പറയുന്ന മറുപടി കേൾക്കാൻ ഒട്ടും സന്നദ്ധനായിരുന്നില്ല എന്ന് ആ ലൈവ് കണ്ട ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ലാതെ ഈ ആൽബർട്ട് യോഹന്നാൻ അവിടെ ഈ ലോജിക്കൽ ഫാലസിയുടെ അയ്യരുകളിയായിരുന്നു നടത്തിയിരുന്നത്. അദ്ദേഹം വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും പലപ്പോഴും തടസ്സപ്പെടുത്തുന്നുണ്ട്. തടസ്സപ്പെടുത്തുക മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞ വിഷയത്തിലെ ഏതെങ്കിലും ഒരു വാക്കുമ്മ കയറി പിടിച്ച് അതിന് വേറെ ചോദ്യമായിട്ട് വരും. അതിനൊരു മറുപടി ഞങ്ങൾ പറയാൻ പോകുമ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് കയറി പിടിച്ചിട്ട് വേറെ ചോദ്യമായിട്ട് ഇങ്ങനെ വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. ആ ഫാലസിയുടെ പേര് ദ ഫാലസി ഓഫ് ഡൈവേർഷൻ എന്നാണ്. ഫാലസി ഓഫ് ഡൈവേർഷൻ അല്ലെങ്കിൽ റെഡ് ഹെറിംഗ് ഫാലസി എന്നും പറയും. ഒരു ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാതെ പല പല വിഷയങ്ങളിലേക്ക് ചാടി പോകുന്ന പരിപാടിക്കാണ് ഈ ഫാലസി ഓഫ് ഡൈവേർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. ഫാലസി ഓഫ് ഡൈവേർഷനെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാലസിയെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതിട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ലോജിക്കൽ ഫാലസികൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കാറില്ല. കാരണം കാടിനകത്ത് എന്ന് ഒരു മരത്തിൽ കയറി വെറും കൈ കൊണ്ട് ഒരു കുരങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിരർത്ഥകമായ കാര്യമാണ് അവരോട് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു കുരങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു മരത്തിനകത്ത് കയറി വെറും കൈ കൊണ്ട്, ഒരു കാട്ടിൽ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ കാട്ടിനകത്ത് കയറി ഒരു മരത്തിൽ ഒരു കുരങ്ങനെ കണ്ടു, അതിനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ആ മരത്തുമ്പോൾ കയറി വെറും കൈ കൊണ്ട് ആ കുരങ്ങനെ പിടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. കുരങ്ങ് എന്ത് ചെയ്യും? നമ്മളടുത്ത് അതിൻ്റെ മുകളിലിട്ട് കയറി അതിനെ പിടിക്കാനെത്തുമ്പോൾ കുരങ്ങ് അടുത്ത മരത്തിലേക്ക് ചാടും, അല്ലേ? ചാടും. നമുക്ക് ചാടാൻ പറ്റുമോ? നമുക്ക് ചാടാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കുരങ്ങല്ല. കുരങ്ങൻ ചാടും, നമുക്ക് ചാടാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടി വരും. മരത്തിന് താഴേക്ക് ഇറങ്ങി അടുത്ത മരത്തിൽ, കുരങ്ങനിരിക്കുന്ന അടുത്ത മരത്തിൽ കയറണം. അതിൻ്റെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ കുരങ്ങൻ പിന്നെയും ചാടും, വീണ്ടും ചാടും. നമ്മൾക്ക് ചാടാൻ പറ്റില്ല. നമ്മൾ പിന്നെയും താഴോട്ട് ഇറങ്ങണം, വീണ്ടും അടുത്ത മരത്തിൽ കയറണം. ഇങ്ങനെ നമ്മൾ മരത്തിൽ കയറലും ഇറങ്ങലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുരങ്ങനെ കിട്ടുകയില്ല. ഈ ഫാലസിയുടെ പ്രശ്നം ഇതാണ്. ഫാലസി ഓഫ് ഡൈവേർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു വിഷയവും ഒരു സ്ഥലത്തും എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അവരിങ്ങനെ ചാടി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അന്ന് അവിടെ വെച്ച് ആൽബർട്ട് യോഹന്നാൻ ചെയ്തതും അത് തന്നെയാണ്. മരച്ചില്ലകളിൽ കുരങ്ങ് ചാടി പോകുന്നത് പോലെയായിരുന്നു ആൽബർട്ട് യോഹന്നാൻ ഓരോ വിഷയങ്ങളിൽ നിന്ന് അടുത്തതിലേക്ക് ചാടി പോയിക്കൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങൾ സുബോധമുള്ള മനുഷ്യർക്ക് ഇത് മനസ്സിലാവും. ഈ ചർച്ചയൊക്കെ വീക്ഷിക്കുമ്പോൾ ദൈവകൃപയാൽ ദൈവമക്കൾക്ക് അത് മനസ്സിലായെന്ന് ഞങ്ങൾ ഈ ലൈവിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ വായിച്ചപ്പോൾ മനസ്സിലായി. പല ദൈവമക്കളും പറഞ്ഞു, ഇയാളൊരു ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ, ചാടി പോവുകയാണല്ലോ എന്ന്. എന്നാൽ ഈ സുവിശേഷ വിരോധികളായ ആൽബർട്ട് യോഹന്നാൻ്റെ കൂട്ടർക്ക് അത് മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് ആൽബർട്ട് യോഹന്നാൻ്റെ മുമ്പിൽ പാസ്റ്റർമാർക്ക് ഉത്തരം മുട്ടി, പാസ്റ്റർമാർക്ക് ഓടിപ്പോയി, പാസ്റ്റർമാർക്ക് ഉത്തരം മുട്ടി എന്നാണ്. ഇവർക്ക് ഈ ഉത്തരം മുട്ടൽ എന്താണ്? ഫാലസിയുടെ മുമ്പാകെ ബുദ്ധിയുള്ള മനുഷ്യൻ മൗനമായിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. ഏതായാലും അവിടെ വെച്ച് ഈ ആൽബർട്ട് യോഹന്നാൻ കുറേ വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു. 1-to-1 ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, ആർജവമുണ്ടോ എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അങ്ങനെ 29-ാം തീയതി സംവാദം നടത്താമെന്ന് ഞങ്ങൾ പരസ്പര സമ്മതത്തോടുകൂടെ പിരിയുകയും ചെയ്തു. അപ്പോൾ ഈ നാട്ടിൽ വെച്ച് തന്നെ സംവാദം നടത്തണമെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ആവശ്യപ്പെട്ടു. ശരി, ഞങ്ങൾ അതും സമ്മതിച്ചു. ഞങ്ങളിത് പലയിടങ്ങളിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. കാരണം അവരുടെ ആവശ്യം അങ്ങനെ ആയതുകൊണ്ട്. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഈ ആൽബർട്ട് യോഹന്നാനെ ബന്ധപ്പെട്ടപ്പോൾ, ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൽബർട്ട് യോഹന്നാൻ അവിടെ വെച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചത് 1-to-1 ഡിബേറ്റിനുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞ ആളാണ്.
അത് കഴിഞ്ഞപ്പോൾ പറയാണ് ഒറ്റയ്ക്ക് ഞാൻ വരില്ല, സംവാദത്തിന് ഒറ്റയ്ക്കില്ല, പാനൽ ഡിബേറ്റിനേ ഉള്ളൂ, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പാനൽ ഡിബേറ്റിൻ്റെ സജഷൻ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് വെച്ചത്. കാരണം ഒരു പാനൽ ഡിബേറ്റ് ഞങ്ങളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അതാണ്. കാരണം പാനൽ ഡിബേറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡിബേറ്റ് ആണെങ്കിൽ ആ രണ്ട് വ്യക്തികളുടെ മെമ്മറി പവർ മാത്രമേ അവിടെ വെളിയിൽ വരുന്നുള്ളൂ. അതേസമയം കാര്യങ്ങൾ ശരിയായിട്ട് പഠിക്കാൻ ഒരു പാനൽ ഡിബേറ്റാണ് എപ്പോഴും നല്ലത്. നമ്മൾ മനുഷ്യരാണ്, എല്ലാ പോയിന്റ് ഓർത്ത് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല, മറന്നു പോകും. അപ്പം അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ അടുത്ത ആൾക്ക് അത് പറയാം. അവരുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്, അവരുടെ വശത്ത് നിന്ന് പറയാനുള്ള പോയിന്റുകൾ എല്ലാവരും അവർക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അടുത്ത ആൾക്ക് പറയാമല്ലോ. അപ്പം അങ്ങനെയായിട്ട് ഞങ്ങളെപ്പോഴും പാനൽ ഡിബേറ്റാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളത് പറയുകയും ചെയ്തതാണ്, പക്ഷെ ഒരു സമ്മതിച്ചില്ല. 1-to-1 ഡിബേറ്റ് തന്നെ വേണമെന്നാണ് ആൽബർട്ട് അത് നിർബന്ധം പിടിച്ചത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അന്ന് ആൽബർട്ട് സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വരിക. അല്ല, നമ്മൾ പാനൽ ഡിബേറ്റ് ഇരുന്നോ, അതല്ലേ നല്ലത്. മോഡറേറ്റർ ഉണ്ടായിരിക്കണം. അതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പ്രഗത്ഭരായ ഒരാൾ വന്നാൽ. അല്ല, ഞങ്ങളെല്ലാം പ്രഗത്ഭരാ. എന്നാ ശരി, ഒരാൾ മതി. പ്രഗത്ഭരായ ഒരാൾ എന്താ, നിങ്ങൾക്ക് 3 പേരായിട്ട് വരണം. ഒരാൾ വേണ്ട, ഒരാൾ മതി. എനിക്ക് ഒറ്റയ്ക്ക് മതി. ഒറ്റ ഒരാൾ മതി. ഒരാൾ മതിയുണ്ട് സാർ. നിങ്ങൾ 3 പേരായിട്ടോ, ഞാൻ ഒരാൾ മതി. അപ്പം അന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ഒറ്റയ്ക്ക് സംവാദത്തിന് വരാൻ ധൈര്യമില്ലേ എന്ന് ഞങ്ങളോട് വെല്ലുവിളിച്ച് ആൽബർട്ട് യോഹന്നാൻ ഫോണിൽ ബന്ധപ്പെട്ടു. നമ്മുടെ ഏവം ബ്രദറാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഏവം ബ്രദറിൻ്റെ മുമ്പാകെ പറയുകയാണ് ഒറ്റയ്ക്കുള്ള സംവാദത്തിനില്ല, പാനൽ ഡിബേറ്റിനേ വരികയുള്ളൂ. അപ്പം ഞങ്ങളിത് ആദ്യമേ മുന്നോട്ട് വെച്ച സജഷൻ ആയിരുന്നു, അദ്ദേഹം അത് സമ്മതിക്കാതിരുന്നതാണ്. പക്ഷേ അന്ന് അങ്ങനെ വെല്ലുവിളി നടത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ പാനൽ ഡിബേറ്റിനെ സമ്മതിച്ചാലുണ്ടാകുന്ന പ്രശ്നം, ഇവർ കഥ ഇറക്കാൻ വലിയ മിടുക്കന്മാരാണ്. ഇവരെല്ലാം പുകച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് ഭാവന നമ്മളെക്കാളൊക്കെ വളരെ അധികമാണ്. പല കഥകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവരിൽ നിന്ന്. അപ്പോൾ ഇവർ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവരെന്താണ് പറയാൻ പോകുന്നത്? അവർ പറയാൻ പോകുന്നത് ഞങ്ങൾ പേടിച്ചിട്ട് ഒറ്റയ്ക്ക് ഡിബേറ്റിന് വരാൻ പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, പാനൽ ഡിബേറ്റായിട്ട് വന്നു. ഒറ്റയ്ക്കുള്ള വെല്ലുവിളി, ഡിബേറ്റിന് വരാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആർജവം ഞങ്ങൾക്കില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കഥ പറയാൻ പോകുന്നത്. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഏവം ബ്രദർ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞ് പറ്റുകയില്ല പാനൽ ഡിബേറ്റ് തന്നെ. അതുമാത്രമല്ല, ആൽബർട്ട് അവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. താൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗം എന്ന നിലയിലാണ് സംവാദത്തിന് വരിക എന്ന് ആൽബർട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ പ്രത്യേകം എടുത്ത് ചോദിച്ചിരുന്നു, താങ്കൾ ജിജിക്കാരനല്ലേ എന്ന് ചോദിച്ചു. ജിജിക്കാരനല്ലേ? ജിജി എന്ന് പറയുന്നത് ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് സ്വയം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. ഞങ്ങളവരെ വിളിക്കുന്നത് ഗാർബേജ് ഗ്യാങ് എന്നാണ്. ജിജി എന്നുള്ളതിന് ഗാർബേജ് ഗ്യാങ്. കാരണം അത് കേരളീയ പൊതുസമൂഹത്തിലെ ഒരു മാലിന്യ കൂമ്പാരമാണ് അവർ. അങ്ങനെയുള്ള ടീമുകളാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആ ടീമിൽ പെട്ടതല്ലേ, ജിജി പെട്ടതല്ലേ? അപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ ജിജി ഒന്നുമല്ല, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കാം. അദ്ദേഹം പറയുന്ന ആ കാര്യം നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വരിക. അല്ല, നമ്മൾ പാനൽ ഡിബേറ്റ് ഇരുന്നോ, അതല്ലേ നല്ലത്. മോഡറേറ്റർ ഉണ്ടായിരിക്കണം. ഞാൻ കൃത്യമായിട്ട് പറയും, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗവും വിശ്വാസിയാണ് എന്ന ഐഡന്റിറ്റിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയണം, ഞങ്ങൾ ജിജിക്കാരനല്ല. ജിജി നല്ലത്. ഞാൻ അവരെല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാണ് നിങ്ങളും. ഇദ്ദേഹം ജിജി അല്ല എന്ന് വളരെ ഞങ്ങൾ ചോദിച്ചു, എടുത്ത് ചോദിച്ചു, ജിജിക്കാരന് താങ്കൾ ജിജിക്കാരനല്ലേ? അല്ല, ജിജി അല്ല. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാണ്, വിശ്വാസിയാണ്. അങ്ങനെ ആ ലെവലിലാണ് വരുന്നതെന്ന്. അപ്പോൾ അതിനുശേഷമാണ് സംവാദത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ആൽബർട്ട് യോഹന്നാൻ ഈ കാര്യം പറയുന്നത്, ഒറ്റയ്ക്ക് വരികയില്ല, പാനൽ ഡിബേറ്റിനെ വരികയുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഏവം ബ്രദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം അത് പബ്ലിക്കിൻ്റെ മുമ്പാകെ വെച്ചാണ് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് വരാൻ നിങ്ങൾക്ക് ആർജവമില്ലേ എന്ന് ചോദിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് ഞാൻ വരികയില്ല, പാനലായിട്ടേ വരികയുള്ളൂ എന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലല്ല പറയുന്നത്, ഏവം ബ്രദറിൻ്റെ മുമ്പിൽ മാത്രമാണ്. ഇത് പുറമേ ഉള്ളവർക്ക് അറിയില്ല. ഡിബേറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞ കഥ ഇറക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏവം ബ്രദർ ആദ്യം സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു, ശരി, പാനൽ ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ താങ്കളൊരു കാര്യം ചെയ്യണം, ആൽബർട്ട് ഒരു കാര്യം ചെയ്യണം, ഒറ്റയ്ക്ക് വരാൻ എനിക്ക് ധൈര്യമില്ല, പാനൽ ഡിബേറ്റിനെ ഞാൻ വരികയുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവന താങ്കൾ നടത്തണം. അത് പബ്ലിക്കിൽ നടത്തണമെന്നൊന്നുമില്ല, ഞങ്ങളോട് പറഞ്ഞാൽ മതി. കാരണം ഞങ്ങളത് റെക്കോർഡ് ചെയ്തതിന് ശേഷം
ഞങ്ങളുടെ കൈവശം സൂക്ഷിക്കും. പബ്ലിക്കാക്കാനൊന്നുമല്ല. ഇവരിങ്ങനെ കഥ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് പൊതുജനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിനും തയ്യാറല്ല. ആൽബർട്ട് പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് സംവാദത്തിനും വരില്ല, ഞാൻ പാനൽ ഡിബേറ്റിനേ വരികയുള്ളൂ, എൻ്റെ കൂടെ ആൾക്കാർ കാണും. നിങ്ങളുടെ കൂടെ ആൾക്കാരായിട്ട് വന്നു. ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. എന്തായാലും ഇദ്ദേഹം ഇത് സമ്മതിക്കാതിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് ആൽബർട്ടിൽ നിന്ന് ഒരു പ്രതികരണം പബ്ലിക്കിൽ വരുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. പെന്തോ ബ്രദറൻ പോരാളികളെ, എന്താ ഈ കാര്യങ്ങൾ? ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? ഇന്ന് 25 29-ന് ഡിബേറ്റ് പറഞ്ഞിട്ട് തീരുമാനമൊന്നും ആയില്ലേ? അതോ 29-ന് ഞങ്ങൾ ജയിച്ച എന്ന് പറയാനാണോ ഭാവം എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പുറത്തുനിന്നുള്ളവർക്ക് അറിയില്ല, പബ്ലിക്കിന് ഇത് അറിയില്ല ഞങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഒറ്റയ്ക്കുള്ള ഡിബേറ്റിന് വരണം, താങ്കൾ വെല്ലുവിളിച്ചതുപോലെ തന്നെ താങ്കൾ ഒറ്റയ്ക്കുള്ള ഡിബേറ്റിന് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു കാരണവശാലും അത് സമ്മതിക്കുന്നുമില്ല. എന്നിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത്. ഇത് വായിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക? അന്ന് ഡിബേറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് പിന്നെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയല്ലേ ആളുകൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? തിരിച്ച് ഇദ്ദേഹത്തിന് ഒരു മറുപടി, ഒരു സംവാദ കരാർ, ഞങ്ങളുടെ സംവാദ കരാർ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതിനുശേഷം ആ സംവാദ കരാർ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സംവാദ കരാറിൽ ഞങ്ങൾ വെച്ചിരുന്ന ടോപ്പിക്കാണ് സ്ലീഹന്മാർ പ്രസംഗിച്ച സുവിശേഷം കാലഹരണപ്പെട്ടതോ എങ്കിൽ പകരം എന്ത് എന്നുള്ളതായിരുന്നു ഞങ്ങൾ നിർദ്ദേശിച്ച സംവാദ വിഷയം. അപ്പം ഞങ്ങൾ ആ ടൈറ്റിൽ നിർദ്ദേശിക്കാനുള്ള കാരണം, ശ്ലീഹന്മാരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അയച്ചത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണെന്നും, മാത്രമല്ല AD 70 യെരുശലേം നാശത്തോടുകൂടി, ദൈവാലയമൊക്കെ തകർന്നതോടുകൂടി ഇനി ആ യഹൂദന്മാരോടും സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഇനി സുവിശേഷമേ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഈ ആൽബർട്ട് യോഹന്നാൻ ഞങ്ങളോട് വാദിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം സുവിശേഷം അറിയിക്കേണ്ടത് യഹൂദന്മാരോട് മാത്രം, അല്ലെങ്കിൽ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളോട് മാത്രമാണ്. അതുമാത്രമല്ല AD 70 യെരുശലേം നാശത്തോടുകൂടി ഇനി അതിൻ്റെ ആവശ്യവുമില്ല. ഇതങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം. ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. എന്റെ സഹോദര, ഈ പറഞ്ഞ വിഷയത്തിന് ബാക്കി പറയട്ടെ. ആൽബർട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. ആൽബർട്ട് പറഞ്ഞു, ഈ AD 61 ആയപ്പോൾ ലോകത്ത് എല്ലാവരും സുവിശേഷം എത്തിയെന്നല്ല. AD 61-ലല്ല, AD 70-ല് ഏറ്റവും കൂടുതൽ പ്രവചിച്ച് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞൊരു സുവിശേഷം ആളുകളോട് പറഞ്ഞ് നല്ല വിശേഷം പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകണം. അവർക്ക് കംപ്ലീറ്റ് നിർദ്ദേശം, അവർക്ക് കംപ്ലീറ്റ് അധികാരം കൊടുത്താൽ വിടുന്നു. അല്ലാതെ അധികാരം കൊടുക്കാതെ ഒരാളെ വിട്ടില്ല. ഞാൻ പറയുന്നത് കേക്ക്, വൺ സൈഡ് അല്ല ഞാൻ പറയുന്നത് കേക്ക്. പറയാൻ അവസരം തരാൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. എന്ത് സുവിശേഷമാണ്? ഈ ന്യായപ്രമാണത്തിന് കീഴിലുള്ള യഹൂദന്മാരോട് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളോട് പറയണം, നിങ്ങൾ ഇതുവരെ കാത്തുവെച്ചിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആലയമായിരിക്കുന്ന യെരുശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് നശിക്കാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാണ്. നിങ്ങളുടെ ന്യായപ്രമാണ അടിമ നുകം, അതായത് അടിമത്തം ഇല്ലാതാകുന്നു. മൂന്നാമത് പറഞ്ഞത്, നിങ്ങൾ യഹൂദന്മാരാണ് ഒരു മെശിഹായെ കാത്തിരുന്നത്, ഈ മശിഹ വന്നിരിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് ഈ യഹൂദന്മാരുടെ അടുത്ത് പോയി പറയാൻ വേണ്ടി യേശുക്രിസ്തു ഏൽപ്പിക്കുന്നത്. ആ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. AD 70-ന് മുമ്പ് പറയണം. കാരണം യെരുശലേം ദേവാലയത്തിൽ വലിയ നാശം സംഭവിക്കാൻ പോവാണ്, യഹൂദന്മാർ മരിക്കാൻ പോവാണ്. 11 ലക്ഷം യഹൂദന്മാരോളം ഈ യെരുശലേം AD 70 ഞങ്ങൾ ലൈവ് ചെയ്യാനാ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ അനുമതി ഇല്ലെങ്കിൽ ആൽബർട്ട് സ്വയം ലൈവ് ചെയ്ത് പറഞ്ഞാൽ പോലെ. അങ്ങനല്ല, നിങ്ങൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ മതി. അല്ല, ഉത്തരം പറയാൻ അപ്പൊ ഈ 3 കാര്യങ്ങളാണ് യേശുക്രിസ്തു ഏൽപ്പിച്ച കാര്യം. ഈ 3 കാര്യങ്ങൾ പറയാം.
യേശുക്രിസ്തു ഏൽപ്പിച്ച കാര്യം ഈ 3 കാര്യങ്ങൾ ലോകമൊക്കെ, അത് യഹൂദന്മാർ, ലോകം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കൂട്ടമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഈ യഹൂദന്മാരോട് പോയി പറയാനാണ് പറഞ്ഞത്. അവർ പറഞ്ഞു കഴിയുമെന്നാണ് ഇപ്പൊ കൊലോസ്യ ലേഖനം 1:6 വാക്യത്തിൽ 23 വാക്യത്തിൽ വായിച്ചു. അപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ടാണ് ആൽബർട്ട് യോഹന്നാൻ പറയുന്നത്. ശ്ലീഹന്മാരെ കർത്താവ് അയച്ചത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണ്. അതും AD 70 യെരുശലേം നാശത്തോടുകൂടി ഇനി അതിൻ്റെ ആവശ്യവുമില്ല, സുവിശേഷം ഇനി ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ആൽബർട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ആൽബർട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ തടയുന്നത്. ഇനി ആരോടും സുവിശേഷം പറയേണ്ട കാര്യമില്ല, ഇന്ത്യക്കാരോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തടഞ്ഞതിൻ്റെ കാരണം അതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്ലീഹന്മാർ പ്രസംഗിച്ച സുവിശേഷം കാലഹരണപ്പെട്ടതോ എങ്കിൽ പകരം എന്ത് എന്ന ടൈറ്റിലിൽ ബ്രദർ ഷിജുമോൻ തങ്കപ്പനുമായി ആൽബർട്ട് യോഹന്നാൻ ഒരു ഡിബേറ്റ് നടത്തണം, ആൽബർട്ട് യോഹന്നാൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള ഒരു 1-to-1 ഡിബേറ്റ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സംവാദ കരാർ ആൽബർട്ടിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആൽബർട്ട് മാന്യനാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കരാർ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പറയണം, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ശരി, അതിനെക്കുറിച്ച് സംസാരിച്ച് ചർച്ച നടത്തി കഴിഞ്ഞിട്ട് 2 കൂട്ടർക്കും യോജിക്കാൻ പറ്റാവുന്ന ഒരു കരാറിലേക്ക് എത്തി അത് ഒപ്പിട്ടിട്ട് സംവാദം നടത്തുക. അതാ ചെയ്യേണ്ടത്, അതാണല്ലോ ശരിയായിട്ടുള്ള കാര്യം. ആൽബർട്ട് ഒന്നും ചെയ്തില്ല. ഇത് കണ്ട പാടെ തന്നെ അടുത്ത പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുകയാണ്. ഞങ്ങൾ ഫേസ്ബുക്കിലല്ല ഇട്ടത്, ഞങ്ങൾ ആൽബർട്ടിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആൽബർട്ട് അപ്പോൾ ചെയ്യേണ്ടത് മാന്യമായിട്ട് ഞങ്ങളോടത് പറയേണ്ടതായിരുന്നു. അത് ആ മാന്യത കാണിച്ചില്ല. ആൽബർട്ട് ഉടനെ തന്നെ അടുത്ത മരത്തിലേക്ക് ചാടി. ആൽബർട്ടിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ്: ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. അടുത്ത ക്ലിപ്പ് ഇതാക്കിയിട്ടുള്ളൂ. അതല്ല, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. ഓർത്തഡോക്സുകാർ ആരും തെരുവിൽ സുവിശേഷ കച്ചവടത്തിന് ഇറങ്ങാറില്ല. എൻ്റെ വീടിൻ്റെ മുമ്പിൽ സുവിശേഷം വിൽക്കാനെന്ന വ്യാജേന വന്നവരോടാണ് ഞാൻ നിങ്ങളുടെ സുവിശേഷം എന്താണ്, നിങ്ങളുടെ ദൈവം ആരാണ്, നിങ്ങളെ ആരാണ് സുവിശേഷം പറയാൻ അയച്ചത്, നിങ്ങളും ബൈബിളായി എന്താ ബന്ധം എന്നീ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ വിഷയങ്ങളിൽ സംവാദത്തിന് നിങ്ങൾ വെല്ലുവിളിച്ചത്. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. 29-ാം തീയതി 11 മണിക്ക് വെല്ലുവിളിച്ചവർ വന്ന് നിങ്ങളുടെ സുവിശേഷം എന്താണെന്ന് പറയുക. അതിനെ തുടർന്ന് പൊതുജനത്തിന് സാധാരണ ഉണ്ടാകുന്ന സംശയങ്ങൾ ചിലത് അങ്ങോട്ട് ചോദിക്കും, അതിന് ഉത്തരങ്ങൾ പറയുക. ഇതിന് ഏകദേശം 25-30 മിനിറ്റ് സമയം തരും. അല്ലാതെ നിങ്ങളുടെ കഥാപ്രസംഗം കേൾക്കാൻ, സംവാദ പ്രഹസനം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യവും സമയവുമില്ല. ഇതും പറഞ്ഞിട്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. ആദ്യം ആൽബർട്ട് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയട്ടെ. ഞങ്ങൾ സുവിശേഷം വിൽക്കാൻ പോയവരല്ല, സുവിശേഷം അറിയിക്കാൻ പോയവരാണ്. കാരണം സുവിശേഷം ഒരു കച്ചവടച്ചരക്കല്ല. മനസ്സിലായോ? സുവിശേഷം സൗജന്യമായി കൊടുക്കേണ്ടതാണ് സകല മനുഷ്യർക്കും. ഞങ്ങൾക്കത് സൗജന്യമായിട്ടാണ് ഞങ്ങളുടെ അടുക്കൽ എത്തിയത്. സൗജന്യമായി തന്നെ ഞങ്ങൾ എല്ലാവരുടെ അടുക്കലും കൊടുക്കും. സുവിശേഷം കേൾക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് 5 പൈസ ഞങ്ങൾ വാങ്ങുകയില്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സുവിശേഷ കച്ചവടം എന്നുള്ള ആരോപണം അതൊക്കെ കിളിപോയതിൻ്റെ വിഭ്രാന്തിയിൽ നിന്ന് വന്നതാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ സംവാദക്കരാർ അയച്ചു കൊടുത്ത് സംവാദക്കരാർ കണ്ടപ്പോൾ തന്നെ ആൽബർട്ടിൻ്റെ കിളി പോയതിൽ നിന്നുണ്ടായ വിഭ്രാന്തിയാണ് ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ പോസ്റ്റിൽ ആൽബർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സുവിശേഷം എന്താണെന്ന് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ ആൽബർട്ട് ഞങ്ങളോട് ചോദിക്കും. സംവാദത്തിന് റെഡി എന്ന് പറഞ്ഞ ആളാണെന്ന് ഓർക്കണം, ഡിബേറ്റിന് റെഡിയാണെന്നൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ അതിന് ആ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉത്തരം പറയണം. അത് കഴിഞ്ഞ് 2 കൂട്ടർക്കും വീട്ടിൽ പോകാം. ഇതിനാകെ ഒരു 25-30 മിനിറ്റ് സമയമെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആൽബർട്ട് പറയുന്നത്. ഈ അരമണിക്കൂർ ചോദ്യോത്തര സെഷന് വേണ്ടിയിട്ട് ഞങ്ങൾ 5 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരണം. ആലോചിച്ച് നോക്കണം. 5 മണിക്കൂർ ഞങ്ങൾ രാവിലെ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നു. വൈകുന്നേരം പോകുമ്പോൾ ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ട് 6-6.5 മണിക്കൂറോളം പിടിക്കും. അങ്ങനെ ഏതാണ്ട് 11-12 മണിക്കൂറോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ആൽബർട്ടിൻ്റെ സംശയം തീർക്കാൻ. അരമണിക്കൂർ ചോദ്യോത്തര സെഷന് വേണ്ടിയിട്ട്. ഇത് നടപടിയാവുന്ന കേസാണോ ഇത്? വലിയ കാര്യത്തിന് വെല്ലുവിളിച്ചല്ലോ. ഡിബേറ്റിനുണ്ടോ, ആർജവമുണ്ടോ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാൻ 1-to-1 ഡിബേറ്റിന് റെഡിയാണോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചപ്പോൾ ആൽബർട്ട് ഓർത്തില്ലായിരുന്നോ? ഡിബേറ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു ആൽബർട്ടിനെ? ഇവരുടെ വിചാരം ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു, ഡിബേറ്റായി. ഇങ്ങനെ ഇവർ ചിന്തിക്കുന്നത്. കാരണം ഇവരുടെ ആശാൻ അങ്ങനെയാണ്. ഇവരുടെ ആശാൻ അറിയാലോ, കുപ്രസിദ്ധ പാഷാണ്ടിയായ ഷിബു പീഡിയക്കലാണ്. അപ്പോൾ അദ്ദേഹം ആ രീതിയിലാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നാണോ മാനോ ഉള്ള മനുഷ്യർ പറയുന്ന വർത്തമാനമാണോ?
മാന്യമായ രീതിയിൽ ഡിബേറ്റിന് തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ സംവാദം നടത്തണം. അതാണ് ചെയ്യേണ്ടത്. ഈ 49-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന്. കോരഹ് പുത്രന്മാരാ സങ്കീർത്തനം എഴുതിയത് ഇവരെ പോലെയുള്ള ടീമുകളെ കണ്ടിട്ടാണ്, വെറുതെ അല്ല, ഇവരെയൊക്കെ കണ്ടിട്ട് എഴുതിയതാണ്. ഏതായാലും ആ പോസ്റ്റ് കണ്ടതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഈ ആൽബർട്ട് യോഹന്നാൻ ഇനി സംവാദത്തിന് വരാനുള്ള സാധ്യതയില്ല. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. ആൽബർട്ട് യോഹന്നാനെ പിന്നെയും ഏവം ബ്രദർ ബന്ധപ്പെട്ടു. ഫോൺ വിളിക്കുന്ന സമയത്ത് പിന്നെ ഫോൺ എടുക്കാതെ, അദ്ദേഹം ഫോൺ എടുക്കുന്നതേ ഇല്ല. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ വിളിച്ചതിൻ്റെ മിസ് കോളായിട്ട് വന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. അപ്പോൾ അവസാനം ഈ ഫോണൊക്കെ കുറേ പ്രാവശ്യം വിളിച്ച് അവസാനം അദ്ദേഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, എവൻ്റെ വാട്സാപ്പിലേക്ക് ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് പറയാനുള്ളതൊക്കെ ആ ലിങ്കിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ പുള്ളി ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏതൊരു വീഡിയോ ആണ് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏതോ വീഡിയോ ഞങ്ങൾക്കുള്ള മറുപടിയായിട്ടോ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കുന്ന കരുതി ഞങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കാണുന്ന ആരാണെന്നറിയോ? കുപ്രസിദ്ധ ഭാഷാണ്ടിയായ ഷിബു പീഡിയാക്കലിൻ്റെ വീഡിയോ. പെന്തക്കോസ്ത് ചതിപ്രയോഗങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പാഷാണ്ടി ഷിബു വീഡിയോ ഇട്ടിരിക്കുന്നത്. ജിയുടെ ചാനലിൽ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിനകത്താണ് ഏതാണ്ട് 56 മിനിറ്റ് ചില സെക്കൻഡുള്ള വീഡിയോ. ഞങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് വീഡിയോ കേൾക്കേണ്ട ആവശ്യം എന്ത്? ഞങ്ങൾ സുവിശേഷം പറയാൻ പോയി കഴിഞ്ഞപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയത് ഷിബു പീഡിയാക്കലല്ല. ആരാണ്? ആൽബർട്ട് യോഹന്നാനാണ്. ഈ ആൽബർട്ട് യോഹന്നാനോട് ഞങ്ങൾ അപ്പോഴേ അവിടെ വെച്ചേ ചോദിച്ചു, താങ്കൾ ജി അല്ലേ? ജിയോ? ഏത് ജി? എന്ത് ജി? ഇങ്ങനെയാണ് പറഞ്ഞത് പുള്ളി അന്നേരം. എന്നിട്ട് ഇപ്പോൾ പറയണത് ജിയുടെ ചാനലിൽ മറുപടി ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം എന്ത്? ഞങ്ങളെ തടഞ്ഞതും ഞങ്ങളോട് ഡിബേറ്റിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ചതും 29-ാം തീയതി സംവാദം നടത്താമെന്ന് അവിടെ വെച്ച് ഞങ്ങളോട് സമ്മതിച്ചതും ഈ കുപ്രസിദ്ധ പാഷാണ്ടിയായ ഷിബു പീഡിയാക്കലല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആൽബർട്ട് യോഹന്നാനാണ്. അപ്പം അതുകൊണ്ട് ആൽബർട്ട് യോഹന്നാനാണ് സംവാദത്തിന് വരേണ്ടത്. ഞങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് ആ ക്ലിപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കാം നമുക്ക്. ഷിബു പീഡിയാക്കലിൻ്റെ ആ ക്ലിപ്പ് അല്ല, സോറി, ഈ ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗവും വിശ്വാസിയാണ് എന്ന ഐഡന്റിറ്റിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയണം. ഞങ്ങൾ ജിജിക്കാരനല്ല. ജിജി നല്ലത്. ഞാൻ അവരെല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാണ്. നിങ്ങളും എന്തുപറ്റി? ഓക്കെ, നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ, അപ്പോൾ പ്രശ്നമില്ല. ശരി, അപ്പോൾ താങ്കൾ ജിക്കാരനല്ലേ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് പറയാണ്, ഇല്ല ഞാൻ ജിക്കാരനല്ല, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി വിശ്വാസിയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗവും വിശ്വാസിയാണ് എന്ന ഐഡന്റിറ്റിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയണം. ഞങ്ങൾ ജിജിക്കാരനല്ല. ജിജി നല്ലത്. ഞാൻ അവരെല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമാണ്. നിങ്ങളും കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത് താൻ ജി അല്ല എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞിരിക്കെ ഈ ജി കൾട്ടിലെ പാഷാണ്ടിയായ ഷിബുവിൻ്റെ വീഡിയോ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളത് കേൾക്കേണ്ട കാര്യം എന്ത്? ഷിബുവിന് ഇതിനകത്ത് ഒരു റോളുമില്ല. ഈ ഡിബേറ്റിനകത്ത് ഷിബുവിന് ഒരു റോളുമില്ല. ഇപ്പം ഷിബുവിന് പകരം അദ്ദേഹം ഓർത്തഡോക്സ് അച്ഛന്മാരുടെയോ ബിഷപ്പുമാരുടെയോ എങ്ങാനും വീഡിയോ അയച്ചു തന്നിട്ട് അത് കേട്ട് നോക്കിക്കോ, അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള എൻ്റെ മറുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളത് കേട്ടേനെ. അത് 56 മിനിറ്റ് അല്ല, 2 മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിലും ഞങ്ങൾ കുത്തിയിരുന്ന് കേട്ടേനെ. കാരണം അദ്ദേഹം ഓർത്തഡോക്സ് പക്ഷക്കാരനായിട്ട് സംവാദത്തിന് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ, അച്ഛനോ ബിഷപ്പോ ആരും ആകട്ടെ, അവരുടെ വീഡിയോ ആണെങ്കിൽ ശരി, ഞങ്ങളത് കേട്ടേനെ. പക്ഷേ ഷിബുവിന് ഇതിനകത്ത് എന്ത് റോള്? ഷിബുവിൻ്റെ വീഡിയോ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് പറഞ്ഞു, ഇതിൻ്റെ കാര്യം ഞങ്ങൾക്കില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ കർശനമായിട്ട് തന്നെ ഏവൻ ബ്രദർ പറഞ്ഞു, താങ്കൾ സംവാദത്തിന് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആൽബർട്ട് നേരിട്ട് മറുപടി പറയാതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ആ പോസ്റ്റ് ഇതാണ്: കഴിഞ്ഞ ദിവസം കോന്നിയിൽ വെച്ച് നടന്ന പരസ്യ കോലാഹലത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത് ക്ലിയർ അല്ല അല്ലേ, ഇവിടെ വായിക്കാൻ പറ്റുന്നില്ല അല്ലേ?
സംവാദം എന്ന രീതിയിൽ കോന്നി വൈസ്മെൻ ക്ലബ്ബിൽ വെച്ച് 29/11/2023 ബുധനാഴ്ച 11 മണിക്ക് നടത്തപ്പെടുന്നു. സംവാദ വിഷയം തെരുവ് സുവിശേഷത്തിൻ്റെ പ്രസക്തിയും സാധുതയും. സംവാദകർ ഷിജുമോൻ തങ്കപ്പൻ, അനിൽ അയ്യപ്പൻ, സുഭാഷ് കുമാർ മണിയൻ, അനാബാപ്റ്റിസ്റ്റുകൾ എന്ന് അവർ അവകാശപ്പെടുന്നു. ചോദ്യകർത്താക്കൾ അല്ലെങ്കിൽ ഖണ്ഡനം ആൽബർട്ട് യോഹന്നാൻ, ബിന്നി പി ജോൺ, ഷിബു പീഡിയാക്കൽ. സംവാദ നടപടികൾ വിഷയാവതരണം 30 മിനിറ്റ് അനാബാപ്റ്റിസ്റ്റുകൾ. ഖണ്ഡനം 20 മിനിറ്റ് ആൽബർട്ട് യോഹന്നാൻ ആൻഡ് ടീം. ഖണ്ഡനത്തിനുള്ള മറുപടി 10 മിനിറ്റ് അനാബാപ്റ്റിസ്റ്റുകൾ. ക്രോസ് എക്സാമിനേഷൻ 1 മണിക്കൂർ. ഉപസംഹാരം 10 മിനിറ്റ് വീതം. കൂടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററാണ് ഇത്. സംവാദം തെരുവ് സുവിശേഷത്തിൻ്റെ പ്രസക്തിയും സാധുതയും. ഇത് ആൽബർട്ടിൻ്റെ പ്രൊഫൈലിൽ മാത്രമല്ല, ഷിബു പീഡിയാക്കൽ എന്ന കുപ്രസിദ്ധ പാഷാണ്ടി നയിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഫേസ്ബുക്ക് പേജിലും ഇത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതാണ് നിങ്ങളിത് കാണുന്നത്. അപ്പം ഇവർ സംവാദം എന്ന് പറഞ്ഞ് ഇവർ അവതരിപ്പിച്ച ഈ പോസ്റ്റ് ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ല. ഇത് തയ്യാറാക്കിയവർക്കില്ല, ഇത് പോസ്റ്റ് ചെയ്തവർക്കില്ല, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കും ഇല്ല. കാരണം വായിച്ചിട്ട് ഇവരുടെ അനുയായികളെല്ലാം വന്നിട്ട് ഇതാണ് കറക്റ്റ് വിഷയം, ഇങ്ങനെയാണ് സംവാദം നടത്തേണ്ടതെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഭയങ്കര കയ്യടിയായിരുന്നു അതിൻ്റെ കീഴിൽ, കോമഡി തന്നെ. അപ്പോൾ ഇവരുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഇവരുടെ പോസ്റ്റിൽ സംവാദകർ ആരാണ്? സംവാദകരെന്ന് കണ്ടോ? ഷിജുമോൻ തങ്കപ്പൻ, അനിൽ അയ്യപ്പൻ, സുഭാഷ് കുമാർ മണിയൻ എന്നിവരാണ്. ഒരു ഡിബേറ്റിൽ സംവാദകർ, ഒരു വശത്ത് മാത്രമേ സംവാദകരുണ്ടാവുകയുള്ളൂ. നിങ്ങളൊരു സംവാദത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ സംവാദകർ ഒരു സൈഡിലേ ഉണ്ടാവുള്ളൂ, മറുവശത്ത് സംവാദകരില്ലേ? ഇവരേലില്ല. അത് കണ്ടോ നിങ്ങൾ? സംവാദകർ 3 പേര്: ഷിജുമോൻ തങ്കപ്പൻ, അനിൽ അയ്യപ്പൻ, സുഭാഷ് കുമാർ മണിയൻ. ഓക്കെ. മറുവശത്തെ സംവാദകരാരാണ്? മറുവശത്ത് സംവാദകരില്ല, ഒരാൾ പോലും ഇല്ല. മറുവശത്തുള്ളത് ആരാണെന്നറിയോ? അതെ, ഇവിടെ ഉണ്ട്. നിലവിലിപ്പോൾ നമുക്കൊരു സംവാദകനുണ്ട്. അത് ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക. നിലവിലിപ്പോൾ ഒരു സംവാദകനുണ്ട്. ആ കാറ്റത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ തലയാട്ടുന്നുണ്ട് വാഴ. ഓക്കെ. അവരുടെ ഭാഗത്തു നിന്നുള്ളത് ആരാണെന്ന് കണ്ടോ? അവരുടെ ഭാഗത്തു നിന്നുള്ളത് ചോദ്യകർത്താക്കൾ, ഖണ്ഡനം നടത്താൻ വേണ്ടി വരുന്നവർ. സംവാദകരില്ല. എന്നിട്ട് പറയും സംവാദത്തിന് റെഡിയാണെന്നുള്ളത്. 1-to-1 സംവാദത്തിന് വരാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ, ധൈര്യമുണ്ടോ എന്ന് പൊതുജനത്തിൻ്റെ മുമ്പാകെ വെല്ലുവിളിച്ച ടീമുകളാണ്. ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംവാദത്തിന് വരാനുള്ള ധൈര്യമില്ലെന്നുള്ളത് പോട്ടെ, നമുക്കത് മനസ്സിലായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാനുള്ള ധൈര്യമില്ല. ആളെ കൂട്ടിയിട്ടെങ്കിലും വരുമ്പോൾ സംവാദകരായിട്ട് വരണ്ടേ? അതിന് പോലും സംവാദകരായി വരാനുള്ള ധൈര്യമില്ല. ചോദ്യകർത്താക്കളായിട്ട് വരാന്ന്, ചോദ്യം ചോദിക്കാൻ വേണ്ടി വരാന്ന്. അപ്പം ഇതാണ് പ്രശ്നം. ഇവരുടെയൊക്കെ പ്രശ്നം ഇതാണ്. ഇവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംവാദത്തിന് വരാനുള്ള ശേഷിയോ ശേമുഷിയോ ഇല്ല. അതിനുള്ള തൻ്റെ ഇടമോ ത്രാണിയോ ഇല്ല. അതിനുള്ള ബൈബിൾ പരിജ്ഞാനമോ വിവരമോ ഇല്ല. അതിനുള്ള ആർജവമേ ഇല്ല. അതില്ല. അതുകൊണ്ടാണ് ആളെ കൂട്ടിയിട്ട് വരുന്നത്. ആളെ കൂട്ടിയിട്ട് വന്നാലും സംവാദകരായി വരാനുള്ള ധൈര്യവുമില്ല. ചോദ്യകർത്താക്കളായിട്ട് വരാം, ചോദ്യം ചോദിക്കാനാണ് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒറ്റയ്ക്ക് വന്ന് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം പോലും ആൽബർട്ടിനില്ലേ? ഈ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അവരോട് പോയി ചോദ്യം ചോദിക്കാൻ നല്ല മിടുക്കാണ്. ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംവാദത്തിന് വരാനുള്ള ധൈര്യമില്ല. എന്നാൽ ശരി, ചോദ്യം ചോദിക്കാനെങ്കിൽ ഒറ്റയ്ക്ക് കയറി വരാനുള്ള ധൈര്യമില്ല. അതിനും ആളെ കൂട്ടിയിട്ട് വരണം. ഭീരുത്വത്തിൻ്റെ ആത്മാവാണ് ആൽബർട്ട് യോഹന്നാനെ നിന്നിലൊക്കെ വ്യാപരിക്കുന്നത്. മനസ്സിലായോ? ഭീരുത്വത്തിൻ്റെ ആത്മാവ്. എന്നാൽ ഞങ്ങളിൽ അങ്ങനെയല്ല. ഞങ്ങളിലുള്ളത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവത്രേ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യപൂർവ്വം എവിടെയും ചെന്ന് സുവിശേഷം അറിയിക്കുന്നത്. എവിടെയും ചെന്ന് സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളിലുള്ളത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ആൽബർട്ട് യോഹന്നാനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ നാട്ടിലെ കാരണന്മാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്: വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത്. മനസ്സിലായോ? വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത്. അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. ഇനി ഇവർ പറയുന്ന സംവാദ നടപടികൾ, അത് നോക്ക്. അടുത്തത് സംവാദ നടപടികൾ എങ്ങനെയാണെന്നറിയോ? വിഷയാവതരണം 30 മിനിറ്റ് ഞങ്ങൾ നടത്തണം. ഞങ്ങളുടെ സംവാദകരായിട്ട് അവർ വെച്ചിരിക്കുന്നത് 3 പേരെയാണ്. അപ്പോൾ 3 പേർക്കും കൂടി 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 10 മിനിറ്റ് കിട്ടും. ഓരോരുത്തർ 10 മിനിറ്റ് വീതമായിട്ട് ഞങ്ങൾ 3 പേരും കൂടി വിഷയാവതരണം നടത്തണം. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സാധാരണഗതിയിൽ ഒരു സംവാദം എന്ന് പറഞ്ഞാൽ 1 വർഷം വിഷയാവതരണം നടത്തി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? മറുപക്ഷത്തിൻ്റെ വിഷയാവതരണമാണ്. പക്ഷെ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞങ്ങൾ വിഷയാവതരണം 30 മിനിറ്റ് നടത്തി കഴിയുമ്പോൾ അവർ വന്ന് 20 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കും.
നിങ്ങൾ സംവാദമാണ്, ഇവർ തന്നിരിക്കുന്ന സംവാദത്തിൻ്റെ ഫോർമാറ്റാണ്, നടപടിക്രമമാണ്. ഞങ്ങൾ വിഷയാവതരണം നടത്തണം 30 മിനിറ്റ്, ഇവർ 20 മിനിറ്റ് ചോദ്യം ചോദിക്കും. അതായത് ഇവർക്ക് വിഷയാവതരണമില്ല, ഇവർക്ക് ഖണ്ഡനമേ ഉള്ളൂ, അല്ലെങ്കിൽ ചോദ്യങ്ങളേ ഉള്ളൂ. ചോദ്യകർത്താക്കളായിട്ട് അവർ വരുന്നു, 20 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 20 മിനിറ്റുള്ള ചോദ്യത്തിന് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് മറുപടി പറയണം. അടുത്തത് താഴെ കണ്ടോ, ഖണ്ഡനത്തിനുള്ള മറുപടി 10 മിനിറ്റ്. 20 മിനിറ്റ് അവർ ചോദ്യം ചോദിക്കും, ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് മറുപടി പറയണം. പണ്ടൊരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ 10 ജന്മം മുഴുവൻ ആലോചിച്ചാലും മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യം ചിലപ്പോൾ ഒരു വിഡ്ഢി 10 സെക്കൻഡിനുള്ളിൽ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ തമാശയല്ല, കാര്യമായിട്ടാണ്. ആലോചിക്കുന്ന ബുദ്ധിയുള്ളൊരു മനുഷ്യൻ കുത്തിയിരുന്ന് ആലോചിച്ചാലും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യമൊക്കെയായിരിക്കും ചിലപ്പോൾ ഒരു വിഡ്ഢി ചോദിക്കുക. എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കാൻ അധികം സമയമൊന്നും വേണ്ട. നേരത്തെ രാവിലെ ഷിജു അവർ പറഞ്ഞല്ലോ, ചോദ്യം ആർക്കും ചോദിക്കാം, ഏത് പൊട്ടനും ചോദ്യം ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല, അതിന് സമയമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയം മതി. പക്ഷെ ഉത്തരം പറയാനാണ് കൂടുതൽ സമയം വേണ്ടത്. നമുക്കെല്ലാവർക്കും അതറിയാം. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്? ഒറ്റ ചോദ്യം, ഇന്ത്യക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്? 3 സെക്കൻഡ് തികച്ചു വേണ്ട ഈ ചോദ്യം ചോദിക്കാൻ. 3 മണിക്കൂർ എടുത്താൽ ഇതിന് മറുപടി പറയാൻ പറ്റുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ആരംഭം മുതലുള്ളത് നമ്മൾ പറയണം, എന്നാലേ അതിന് ഉത്തരവാവുകയുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിക്കാൻ അധിക സമയം വേണ്ട, കുറച്ച് സമയം മതി. ഉത്തരം പറയാനാണ് കൂടുതൽ സമയം. ഇത് സുബോധമുള്ള മനുഷ്യർക്കൊക്കെ അറിയാം. പക്ഷേ ഇവരുടെ അടുത്ത് കൂടി, ഇവരുടെ 7 അയലത്ത് കൂടി സുബോധം എന്ന് പറഞ്ഞ സംഗതി പോയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവർ 20 മിനിറ്റ് ചോദ്യവും 10 മിനിറ്റ് കൊണ്ട് അതിന് മറുപടി പറയണമെന്നും പറഞ്ഞുകൊണ്ട് സംവാദ നടപടിക്രമവുമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇതിലും വലിയ കോമഡി വരുന്നത്. ക്രോസ് എക്സാമിനേഷൻ 1 മണിക്കൂർ. ക്രോസ് എക്സാമിനേഷൻ, ഈ ക്രോസ് എക്സാമിനേഷൻ എന്നുള്ളത് ഒരു കോടതി ഭാഷയാണ്. നമ്മൾ ഈ ക്രോസ് വിസ്താരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, കോടതിയിൽ ക്രോസ് വിസ്താരം, അതാണ് ക്രോസ് എക്സാമിനേഷൻ. അതായത് മുൻപേ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യം ക്രോസ് ചെയ്യാണ്, അതിനെ ചോദ്യം ചെയ്യുകയാണ്. മുമ്പേ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യത്തിനെ എതിർ കക്ഷി ചോദ്യം ചെയ്യുകയാണ്. അത് പല കാരണങ്ങളാണ്. ആ ക്രോസ് എക്സാമിനേഷനെ കുറിച്ച് അടുത്ത ക്ലിപ്പ് കിട്ടും ബ്രദറെ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടും. അടുത്ത ക്ലിപ്പ് ക്രോസ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്നത് അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഈ പറഞ്ഞ ഈ സാക്ഷ്യം സത്യം തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി, പിന്നെ ഈ സാക്ഷ്യം പറഞ്ഞ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, പല രീതിയിലൊക്കെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്, പല രീതിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ ഈ ആൽബർട്ട് യോഹന്നാനും ടീമും യാതൊരുവിധ സാക്ഷ്യവും നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർ വിഷയാവതരണം നടത്തിയിട്ടില്ല. വിഷയാവതരണം അതാണല്ലോ സാക്ഷ്യം, നമ്മൾ പറയാനുള്ള നമ്മുടെ ഭാഗം, നമ്മുടെ കേസ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. അവരുടെ കേസ് അവരും മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വിസ്താരം നടത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ വിഷയാവതരണം ഏകപക്ഷീയമാണ്. അനാബാപ്റ്റിസ്റ്റുകൾ 30 മിനിറ്റ് എടുത്തുകൊണ്ട് വിഷയാവതരണം നടത്തണം. അവർക്ക് വിഷയാവതരണമില്ല, അവർക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ക്രോസ് വിസ്താരം നേരിടേണ്ടി വരുന്നില്ല. ക്രോസ് വിസ്താരം ഏകപക്ഷീയമാണ്. ഞങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ മുൻപേ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് അവരുടെ ക്രോസ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും, ഞങ്ങൾ മറുപടി പറയണം. ആലോചിച്ച് നോക്കണം, ആദ്യം ഞങ്ങൾ വിഷയാവതരണം നടത്തി കഴിഞ്ഞിട്ട് ഇവർ 20 മിനിറ്റ് അത് ചോദ്യം ചെയ്തതാണ്. അത് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് മറുപടി പറയേണ്ടുന്ന ഗതികേടാണ്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും 1 മണിക്കൂർ പിന്നെയും അതിനെ തന്നെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങളിത് ആലോചിച്ച് നോക്കണം, ഇതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇവർ പറയുന്ന സംവാദത്തിൻ്റെ ഫോർമാറ്റ്. ഈ ആൽബർട്ട് യോഹന്നാനും ടീമും മുന്നോട്ട് വയ്ക്കുന്ന സംവാദത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും ഈ സംവാദ ഫോർമാറ്റിനെ അംഗീകരിക്കുമോ? ഇങ്ങനെയുള്ള ഒരു സംവാദ ഫോർമാറ്റ് അംഗീകരിച്ചിട്ട് ആരെങ്കിലും, സുബോധമുള്ള ആരെങ്കിലും സംവാദത്തിന് പോകുമോ? ഇനി സംവാദത്തിന് പോകുന്നതൊക്കെ പോട്ടെ, ഈ ഫോർമാറ്റ് അംഗീകരിക്കുന്നത് പോട്ടെ, ഇതൊരു സംവാദമാണെന്നെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇതൊരു സംവാദമാണ്, ഇങ്ങനെയാണ് സംവാദം നടത്തേണ്ടതെന്നെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ? അതിൻ്റെ അപ്പുറത്ത്, അതിൻ്റെ താഴെയാണ് ഇത്. ഇതെന്താണ് സംവാദം എന്നുള്ള കാര്യം ഇവരുടെ കൂടെയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ കുപ്രസിദ്ധ ഭാഷാണ്ടിയായ ഷിബു പീഡിയക്കൽ ക്ലബ് ഹൗസിൽ റൂമുകൾ ഇട്ടിട്ട് അവരവരുടെ ഓരോ റൂമുകളിൽ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറയും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു വിഷയാവതരണം നടത്തി സ്ട്രക്ചേർഡ് ഡിബേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞൂടെ. ഇവരത് ചെയ്തിട്ടില്ല, ഇവർക്കത് എക്സ്പീരിയൻസ് ഇല്ല. അതാണ് പ്രശ്നം. ഇവിടെ
ഇവർക്ക് ഈ സംവാദത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇത്തരം ഫോർമാറ്റുകൾ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഈ ഫോർമാറ്റിൽ സംവാദം നടത്തണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. സുബോധമുള്ള ആരും അത് അംഗീകരിക്കില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും അംഗീകരിച്ചില്ല. എന്നാൽ ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്ത സംവാദ ഫോർമാറ്റ് അങ്ങനെയുള്ളതല്ലായിരുന്നു. അത് കൃത്യമായിട്ടും ഇരുപക്ഷത്തു നിന്നും വിഷയാവതരണം നടത്തുകയും ഇരുപക്ഷവും ഖണ്ഡനം നടത്തുകയും ഇരുപക്ഷവും ഖണ്ഡനത്തിന് മറുപടി പറയുകയും ചെയ്യുന്ന ശരിയായിട്ടുള്ളൊരു ഫോർമാറ്റാണ്. കാരണം ഞങ്ങൾ ധാരാളം സംവാദങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് ഞങ്ങൾക്ക് അറിയാം, സുപരിചിതമാണ്. പല ഭാഷകളിൽ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല ഭാഷകളിൽ സംവാദം നടത്തിയിട്ടുണ്ട്. ഇനി അതല്ലാതെയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, കേരളത്തിലും പലയിടത്തും നടത്തിയിട്ടുള്ളതാണ്. ഈ സംവാദം എന്ന് പറയുന്നത് ഖണ്ഡനവും മണ്ഡനവും അടങ്ങിയതാണ്. സംവാദം ഖണ്ഡനവും മണ്ഡനവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുക മാത്രമല്ല, സ്വന്തം വാദങ്ങളെ സ്ഥാപിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്യണം, അപ്പോൾ മാത്രമേ സംവാദമാവുകയുള്ളൂ. അല്ലാതെ എതിരാളിയുടെ വാദം ഖണ്ഡിച്ചതുകൊണ്ട് മറ്റേ ആൾ പറയുന്നത് ശരിയാവും. ഇപ്പം ഞങ്ങളുടെ അടുത്ത് മുസ്ലിങ്ങളൊക്കെ വരുന്ന സമയത്ത് പറയും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം നമുക്ക് സംവാദം നടത്താം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം. ഞങ്ങൾ പറയും അതുകൊണ്ട് കാര്യമില്ല, അള്ളാഹുവിൻ്റെ ദൈവത്വം കൂടെ വെക്കണം. കാരണം യേശു ക്രിസ്തു ദൈവമല്ല എന്ന് നിങ്ങൾ സ്ഥാപിച്ചാലും അള്ളാഹു ദൈവമാകാൻ പോകുന്നില്ലല്ലോ, അത് വേണമല്ലോ. അല്ലെങ്കിൽ ബൈബിളിൻ്റെ ദൈവികത ചർച്ച സംവാദം നടത്താം. ഞങ്ങൾ പറയും കൂടെ ഖുർആൻ്റെ ദൈവികതയും വെക്കണം. ബൈബിൾ ദൈവവചനമല്ലാന്ന് നിങ്ങൾ തെളിയിച്ചാലും ഖുർആൻ എങ്ങനെ ദൈവവചനമാകും? അപ്പോൾ അതല്ലേ നിങ്ങൾ തെളിയിക്കേണ്ടത്. ഞങ്ങൾ ചോദിക്കാറുള്ളതാണ് ഇത് തന്നെ, നിരീശ്വരവാദികളും ഇത് തന്നെ, രവീന്ദ്രനും ടീമും സൃഷ്ടിവാദ ശാസ്ത്രീയമാണോ എന്നുള്ള വിഷയത്തിൽ സംവാദം നടത്താം. ഞങ്ങൾ പറഞ്ഞു കൂടെ പരിണാമവാദം കൂടി ഉൾപ്പെടുത്ത്, എന്നിട്ട് നമുക്ക് ചർച്ചയ്ക്ക് വരാം, സംവാദം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല. ഇവരെല്ലാവരും ഇങ്ങനെ ഏകപക്ഷീയമായ വാദത്തിനേ വരികയുള്ളൂ. മനസ്സിലായോ? ഇവരൊരിക്കലും ഇവരുടെ ഭാഗം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. ഇവർ പറയുന്ന കാര്യം, ഇവർ വിശ്വസിക്കുന്ന കാര്യം, ഇവർ മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യം അത് സത്യമായതാണ്, ശരിയായതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഭാഗം തെറ്റാണെന്ന് സ്ഥാപിക്കാനാണ് വരുന്നത്. അതിനെ പറയുന്ന പേര് സംവാദമെന്നല്ല, അതിനെ പറയുന്ന പേര് വിദണ്ഡവാദം എന്നാണ്. പക്ഷെ ഇവർ പറഞ്ഞ സംഗതി വിദണ്ഡവാദത്തിനും താഴെയാണ്. ഈ വിദണ്ഡവാദം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വിദണ്ഡവാദം എന്ന് പറയുന്നത് സ്വന്തം പക്ഷം ശരിയാണെന്ന് സ്ഥാപിക്കാതെ എതിർപക്ഷത്തിനെ ഖണ്ഡിക്കുന്നതാണ്. എതിർപക്ഷം പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നത്, അതാണ് വിദണ്ഡവാദം. മനസ്സിലായോ? സ്വന്തം പക്ഷം ശരിയാണെന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല, അതിന് തയ്യാറാവുകയില്ല. അതൊന്ന് ഇത് ചെയ്തിട്ട് അത് സ്വന്തം പക്ഷം ശരിയാണെന്ന് സ്ഥാപിക്കുകയില്ല, എതിർപക്ഷത്തിനെ ഖണ്ഡിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ തയ്യാറായിട്ട് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ 21-ാം തീയതി ആൽബർട്ടിനോട് പറഞ്ഞത് വിദണ്ഡവാദത്തിന് ഞങ്ങൾ റെഡിയാണെന്നല്ല, സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞത്. സംവാദത്തിന്, വിദണ്ഡവാദത്തിനല്ല. അപ്പം അതുകൊണ്ട് ആൽബർട്ട് യോഹന്നാൻ ഇവിടെ വരേണ്ടിയിരുന്നത് സംവാദത്തിന് വേണ്ടി ആയിരിക്കണം, വിദണ്ഡവാദത്തിന് വേണ്ടി ആയിരിക്കരുത്. കരാർ എഴുതേണ്ടത് സംവാദ കരാറായിരിക്കണം, വിദണ്ഡവാദത്തിൻ്റെ കരാറാകരുത്. അപ്പം അതുകൊണ്ട് ഈ ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളും പിന്നെ ഇപ്പോൾ ക്ലബ് ഹൗസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളും അതൊക്കെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഇവിടെ ചിലവാക്കാൻ നോക്കണ്ട, അത് ചിലവാക്കാൻ നിങ്ങൾ അങ്ങാടി വേറെ നോക്കണം. ഏതായാലും ഈ ആൽബർട്ട് യോഹന്നാൻ ഞങ്ങൾക്ക് ഷിബു പീഡിയക്കലിൻ്റെ യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നതുകൊണ്ട് ഞങ്ങൾ ആ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. അപ്പോഴാണ് രസം. ഞാൻ ജിജി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഈ ആൽബർട്ട് യോഹന്നാൻ്റെ വീഡിയോകൾ ഇഷ്ടം പോലെ അതിനകത്ത് കിടക്കുന്നത്. ജിജിയുടെ യൂട്യൂബ് ചാനലിൽ കണ്ടില്ലേ നിങ്ങൾ? കുറച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ വെട്ടിട്ടിരിക്കുന്നത്. ആൽബർട്ട് യോഹന്നാൻ്റെ ഇതെല്ലാം ജിജിയുടെ ഒഫീഷ്യൽ ചാനലാണ്. ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിനകത്താണ് ഇട്ടിരിക്കുന്നത്. ആൽബർട്ടിനൊപ്പം അല്പനേരം എന്നൊക്കെ പറഞ്ഞ് കുപ്രസിദ്ധ പാഷാണ്ടിയായ ഷിബു പീഡിയക്കലും ആൽബർട്ട് യോഹന്നാനും സൊറ പറയുന്ന വീഡിയോകളടക്കം ധാരാളം വീഡിയോകളുണ്ട്. അപ്പോൾ ഇത്രയധികം വീഡിയോകൾ അവരുടെ ഒഫീഷ്യൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് ആൽബർട്ട് യോഹന്നാൻ ഞങ്ങളോട് ചോദിക്കുന്നത്, ജിജിയാ അതെന്നപ്പാ സാധനം എന്ന്. ഇവരൊക്കെ എന്തൊരു നുണയന്മാരാണെന്ന് നോക്കിയേ. കള്ളം പറയാൻ ഒരു മടിയുമില്ല, ഒരു എളുപ്പവുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ആനുകൂല്യം കൊടുക്കാം, ആൽബർട്ടിന് വേണമെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കാം. കാരണം നമ്മുടെ വീഡിയോ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ചാനലിൻ്റെ ആളാവണമെന്നില്ല. എൻ്റെ വീഡിയോ പല ചാനലുകളുണ്ട്, അതിൽ പല ചാനലുകളും ഞാൻ അറിയ പോലും ഇല്ല. എൻ്റെ അറിവോ അനുവാദമില്ലാതെ തന്നെ എടുത്തിടുന്നുണ്ട്. നമുക്ക് പ്രശ്നവുമില്ല, നമ്മളെ സംബന്ധിച്ച് ഈ വിഷയം നാട്ടുകാർ അറിയണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആര് വേണമെങ്കിലും എടുത്തില്ല. നമ്മളെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ആൽബർട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ അവരെടുത്തിട്ടതാണെന്നുള്ളൊരു ആനുകൂല്യം കൊടുക്കാം. പക്ഷേ ഈ വീഡിയോകളുടെ കാര്യം അങ്ങനെ വിട്ട് കഴിഞ്ഞാലും വേറെ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഈ ജിജി എന്ന് പറയുന്ന ഗാർബേജ് ഗ്യാങ്ങിനൊരു
ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പം ഞങ്ങൾ ആ പേജിൽ കയറി നോക്കി. പേജ് നോക്കി കയറിയപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19-നും ആർട്ടിക്കിൾ 25-നും എതിരായി ഈ ആൽബർട്ട് യോഹന്നാൻ സുവിശേഷം അറിയിക്കുന്ന ആൾക്കാരെ തടയുന്നത് ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. ഇതിനു മുമ്പും ഈ പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് മാത്രമല്ല ഇത് ചെയ്ത്, ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇതാ കിടക്കുന്നു വീഡിയോ. അപ്പോൾ ഇദ്ദേഹം ആൽബർട്ട് യോഹന്നാൻ ഇതിനു മുമ്പും സുവിശേഷം അറിയിക്കാൻ വന്ന ആളുകളെ തടഞ്ഞിട്ടുണ്ട്. അന്നും അദ്ദേഹം അത് ലൈവ് ഇട്ടിട്ടുമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നോക്കിയാൽ കാണാം. അത് ആ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ആ സാധനം അങ്ങനെ തന്നെ ഗ്ലോറിയസ് ഗോസ്പലിലും ഇട്ടിട്ടുണ്ട്. അത് എന്ത് പറഞ്ഞിട്ടിരിക്കുന്നറിയോ? ക്യാപ്ഷൻ എന്താണെന്നറിയോ? ഇനിയും കേരളക്കരയിൽ ഇനിയും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന ക്യാപ്ഷനോടെയാണത് ഷെയർ ചെയ്തിട്ടുള്ളത്. ആ ക്യാപ്ഷൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ നിയമപരമായ വശം ഇവർക്ക് എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരുത്തരൊരു കാര്യം ചെയ്തു. അതവൻ്റെ വിവരക്കേട് കൊണ്ട് അവൻ അത് ലൈവ് ചെയ്തു, ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തു. അന്നേരം ഷിബു പീഡിയക്കലിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് പറയാണ് ഇനിയും ഇതുപോലെ ഉണ്ടാകും, ഇനിയും ഇതുപോലെയുള്ള ഭരണഘടനാ ലംഘനമായ പ്രവൃത്തികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്താൽ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പൗരന്മാർക്ക് അനുവദിച്ചിരിക്കുന്ന മൗലികമായ അവകാശത്തെ നിഷേധിച്ചു, കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആൽബർട്ട് യോഹന്നാൻ മാത്രമല്ല ഇനിയും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഈ കുപ്രസിദ്ധ പാഷാണ്ടി ഷിബു പീഡിയക്കലിനെതിരെ പ്രേരണാ കുറ്റം കൂടി വരും. മനസ്സിലായ? പ്രേരണാ കുറ്റം കൂടി ചുമത്താനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. ഏതായാലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതറിയാം, ഷിബുവിനും അറിയാം ഇത് പിന്നീട് പ്രശ്നമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഷിബുവൊക്കെ ചെയ്ത പരിപാടി ആദ്യം തന്നെ ആ വീഡിയോസ് എല്ലാം പിന്നെ എടുത്തു കളയാണ് ചെയ്തത്. കുറേ വീഡിയോസൊക്കെ അവർ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഷിബു പീഡിയക്കൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുന്നതല്ലേ. ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്ന കാര്യം കഷ്ടത്തിലാണ്. ഈ പുള്ളി ഇതിനു മുമ്പ് ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെതിരെയും മറ്റും പല പ്രസ്താവനകൾ, വിവാദ പ്രസ്താവനകൾ നടത്തി SNDPക്കാരൊക്കെ വളരെ വയലൻ്റായി, ഭയങ്കര പ്രശ്നമൊക്കെ ആയതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി നാട്ടിൽ വരണേക്കാൾ മുമ്പ് അവരെയൊക്കെ വിളിച്ചു, SNDP ആൾക്കാരെയൊക്കെ വിളിച്ച് പുള്ളി ഫോൺ ചെയ്ത് ക്ഷമയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ വന്നത്. കാരണം പുള്ളിക്കറിയാം കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, തിരിച്ച് കയറി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് തീർന്നില്ല. ഈ കഴിഞ്ഞ 11-ന് കോട്ടയത്ത് ഗ്ലോറിയസ് മനസ്സുകളുടെ ഒത്തുചേരൽ എന്നും പറഞ്ഞ് ജിജിയുടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൻ്റെ പരസ്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പാഷാണ്ഡ ഉപദേശത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒത്തുചേരലാണ് കഴിഞ്ഞ ഈ നവംബർ 11-ന് കോട്ടയത്തുണ്ടായത്. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളായിരുന്നു ഈ ആൽബർട്ട് യോഹന്നാൻ. അതിൻ്റെ പോസ്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്ററായിട്ടുണ്ട്, അതല്ലാതെ പോസ്റ്റുമായിട്ടിട്ടു. പോസ്റ്റിനകത്തും ഫോൺ നമ്പറുണ്ട്, അതല്ലാതെ അവർ തയ്യാറാക്കിയ പോസ്റ്ററാണിത്. ആ പോസ്റ്ററിനകത്ത് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ ഒരു നമ്പർ, വാട്സാപ്പ് ചെയ്യാൻ മറ്റൊരു നമ്പർ. ആ വിളിക്കാനുള്ള നമ്പറാണ് നിങ്ങൾ കാണുന്നത്, ആൽബർട്ട് യോഹന്നാൻ്റെ നമ്പറാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളാണ്. അങ്ങനെ ആളായിരുന്നിട്ട് അങ്ങനെ അതിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളായിരിക്കുമ്പോഴാണ്, കേവലം അതിൻ്റെ ഒരു വിശ്വാസിയല്ല, അതിൻ്റെ ഒരു അനുയായിയല്ല, അതിൻ്റെ നേതൃസ്ഥാനത്തുള്ള അതിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളായിരിക്കുമ്പോഴാണ് ഈ ആൽബർട്ട് യോഹന്നാൻ ഞങ്ങളോട് ചോദിക്കുന്നത് ജിജിയോ അതെന്ത് സാധനമാണ്? കേവലം ഒരു അതിൻ്റെ വിശ്വാസിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇത് അങ്ങനെയൊന്നുമല്ല. ഫോൺ നമ്പർ വരെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പൊസിഷനിലാണ് ഇരിക്കുന്നത്. അവർ കുറച്ച് പേരേ ഉള്ളുവെങ്കിലും ആ കുറച്ച് പേരിൽ പ്രധാനപ്പെട്ട ആളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഫോൺ നമ്പറൊന്നും കൊടുക്കുകയില്ല. എന്നിട്ട് പറയാണ് ഞാൻ ജിജിക്കാരനല്ല, ഞാൻ മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭക്കാരനാണ്, അതിലെ വിശ്വാസിയാണെന്ന്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഞങ്ങൾ ആ പേജിൽ കണ്ടിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പാസ്റ്റർമാർക്കെതിരെ തെരുവിൽ കുരച്ചു ചാടിയ ഈ ആൽബർട്ട് യോഹന്നാനെ ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ അവർ കോട്ടയത്ത് മീറ്റിംഗ് കൂടിയപ്പോൾ പൊന്നാടയിട്ട് ആദരിച്ചു. അതെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. അതിൻ്റെ വീഡിയോ അവർ ആ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സുവിശേഷം അറിയിക്കാൻ ചെന്ന ഞങ്ങളെ ആൽബർട്ട് യോഹന്നാൻ തടഞ്ഞതിന് ശേഷം ക്ലബ് ഹൗസിൽ നടത്തിയ ചർച്ചകളിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിരുന്നു.
ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇതാരെങ്കിലും കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മൗലികാവകാശങ്ങളെ നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസൊക്കെ കൊടുത്താൽ പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ ആ വീഡിയോ ഒക്കെ അവർ അവിടുന്ന് പുറത്ത് ഡിലീറ്റ് ചെയ്തു, അത് എടുത്തൊക്കെ മാറ്റി. പക്ഷെ ഞങ്ങളത് കണ്ടപാടെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്ന എന്റെ വിശ്വാസം കറക്റ്റാണെന്ന് ഏത് പ്രൊട്ടസ്റ്റന്റുകാരന് മുന്നിലും പറയാൻ കാണിച്ച തന്റെ ഇടത്തിലാണ് അദ്ദേഹത്തെ നമ്മളിവിടെ ആദരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല കൈയോടുകൂടി സ്ഥിരം കലാപരിപാടിയായിട്ട് പോരാളി ഗ്ലോറിയസ് ഗോസ്പൽ ഔദ്യോഗികമായി അനുഭവിക്കുന്നതാണ്. കൂടുതൽ ആൽബർട്ടുമാർ, ആൽബർട്ട് മോഹൻമാർ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഇനിയും ഉണ്ടാകുമെന്നുള്ള ആഗ്രഹത്തിലൂടെ ഈ അനുഭവത്തിലൂടെ ആൽബർട്ടാരെ നിയോഗിക്കുകയുമാണ്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾ എന്തുകൊണ്ടാണ് വാഴയ്ക്ക് പൊന്നാണ് അണിയിച്ചതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇദ്ദേഹം ജിജിക്കാരനല്ല എന്ന് ഞങ്ങളോട് പറയുന്ന സമയത്ത് ഇദ്ദേഹം ജിജിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഇപ്പോഴും അത് തന്നെയാണ്, ജിജിക്കാരനാണ്, ജിജിയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അവരുടെ സംഘാടക സമിതിയിലുള്ളതാണ്. കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ്. അപ്പം അങ്ങനെയുള്ള കേവലം ഒരു മെമ്പറായിട്ടല്ല, അതിലെ പ്രധാനപ്പെട്ട ആളായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ജിജിയോ, ഏത് ജിജി, ഞാൻ ജിജിക്കാരനല്ല, ഞാൻ ഓർത്തഡോക്സ് സുറിയാനി സഭക്കാരനാണ്. അപ്പോൾ ഇവിടെയാണ് രണ്ട് പ്രധാന ചോദ്യങ്ങൾ വരുന്നത്. അതായത് ഈ ലോകം മുഴുവൻ എടുത്താലും അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കൾട്ടുകളുണ്ട്. ദുരുപദേശ സംഘടനകൾ ധാരാളമുണ്ട്. നമ്മളിപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന സഭയിൽപ്പെട്ട ആളല്ലേ, അല്ലെങ്കിൽ ഇന്ന സംഘടനയിലുള്ളതല്ല, ഇന്ന ഇതിലല്ലേ എന്ന് വെച്ചാൽ അവർ പറയും. ചിലരൊക്കെ ആദ്യം ഉരുണ്ട് കളിച്ചാലും പിന്നെ പറയും, അതെ ഞാൻ അതിൽപ്പെട്ട ആളാണെന്ന് പറയും. മടിയൊന്നുമില്ല. അവർ വിശ്വസിക്കുന്ന സഭയോ അല്ലെങ്കിൽ അതിൻ്റെ സംഘടനയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽപ്പെട്ട ആളാണെന്ന് പറയും. പക്ഷെ ഇവിടെ ഈ അതിപ്രധാനമായിട്ടുള്ള സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൽബർട്ട് യോഹന്നാൻ പറയുന്നത് ഞാൻ ജിജിക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, താൻ ജിജിക്കാരനാണ് എന്ന് പരസ്യമായി പറയാൻ എന്താണ് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട്? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് താൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനിക്കാരനാണ് എന്ന് ആൽബർട്ട് യോഹന്നാൻ പറഞ്ഞത്? ജിജിക്കാരനായിരിക്കെ താൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭക്കാരനാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഈ ഭരണഘടനാ വിരുദ്ധമായി ഇക്കൂട്ടർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ജിജിയുടെ തലയിൽ വരരുത്, അത് ഓർത്തഡോക്സ് സഭയുടെ തലയിൽ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലെ തലയിൽ വരണം, അതാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഓർത്തഡോക്സുകാരനാണെന്ന് ഇവർ കള്ളം പറയുന്നത്, ജിജിക്കാരനായിരിക്കെ തന്നെ ഓർത്തഡോക്സ് ആണെന്ന് കള്ളം പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഓർത്തഡോക്സ് സഭക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയാസങ്ങൾ, സുവിശേഷം അറിയിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പോകുന്ന ആളുകളെ വഴിയിൽ തടയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഈ തോന്നിയാസങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഓർത്തഡോക്സ് സഭയുടെ തലയിൽ വരണം. അവർ സുവിശേഷ വിരോധികളാണെന്ന് വരുത്തി തീർക്കണം. അത് ഇവരുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓർത്തഡോക്സ് സഭക്കാർ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ഓർത്തഡോക്സ് സഭക്കാരോട് പറയട്ടെ, യൂട്യൂബിലൊക്കെ ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയട്ടെ, നിങ്ങളാണ് ഇത് തടയേണ്ടത്. കാരണം നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ആൾക്കാരുടെ പേരിലാണ് ഇവർ ഈ കൊള്ളരുതായ്മ കാണിക്കുന്നത്, ഈ വൃത്തികേട് കാണിക്കുന്നത്. ഇത് നിങ്ങളിപ്പോഴേ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, നിങ്ങളുടെ പേര് കൂടുതൽ ചീത്തയാകും. അപ്പോൾ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഓർത്തഡോക്സ് സുറിയാനി സഭക്കാരനെന്ന് പറയേണ്ട, നീ ജിജിക്കാരനാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് ആൽബർട്ടിനെ പോലുള്ളവരോട് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, എന്തുകൊണ്ടാണ് ഇവർ ജിജിക്കാരനാണെന്ന് പറയാൻ മടിക്കുന്നത്? ജിജിക്കാരനാണെന്ന് പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം വേറെയാണ്. ഇവരുടെ ഈ ജിജി കൾട്ടിൻ്റെ നേതാവായ കുപ്രസിദ്ധ പാഷാണ്ടി ഷിബു പീഡിയക്കലുണ്ടല്ലോ, ഷിബു പീഡിയക്കലിൻ്റെ നാവുണ്ടല്ലോ,
നാവ് അത്ര നല്ലതല്ല. അതാണ് കാര്യം. ഇപ്പം നമ്മളൊക്കെ ധൈര്യത്തോടുകൂടി പറയും, ഞാൻ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്, എൻ്റെ ഗുരു എൻ്റെ കർത്താവാണ്, എൻ്റെ യേശു ക്രിസ്തുവാണെന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്താണ്? യേശു ക്രിസ്തു ആർക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന വ്യക്തിപ്രഭാവമാണ്. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നമുക്ക് ഒരിക്കലും ഒരിടത്ത് ലജ്ജിച്ച് തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ആര് ചോദ്യം ചെയ്യാൻ വന്നാലും നമുക്ക് കൃത്യമായ മറുപടി ആർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഷിബുവിൻ്റെ കേസിൽ ഷിബുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറയാൻ ഇവർക്ക് നാണക്കേട്, ലജ്ജയാണ്. കാരണം ഷിബുവിൻ്റെ ക്ലിപ്പുകൾ, പല ക്ലിപ്പുകളും ഇതുപോലെയുള്ള മാന്യമായ സദസ്സുകളിൽ കേൾപ്പിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ പച്ചത്തെറി വിളിക്കാനൊന്നൊരു മടിയില്ലാത്ത മനുഷ്യനാണ്. ക്ലബ് ഹൗസിലൊക്കെ വന്ന് ധാരാളം തെറി വിളിച്ചിട്ടുണ്ട്, ജാതി അധിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ക്ലിപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ കൈവശമുണ്ട്. എങ്കിലും ഈ പാഷാണ്ടി ഷിബുവിൻ്റെ ഒരു സ്വഭാവം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ക്ലിപ്പുകൾ കേൾപ്പിക്കുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഞാൻ ജീജിക്കാരനാണെന്ന് പറയാൻ നാണിക്കുന്നത് എന്നുള്ള കാര്യം. അടുത്ത ക്ലിപ്പ്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാണ്, മൂക്കുത്തരമാണ്. എന്തോ ഏത് കാര്യമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതാ ഞാൻ കേട്ടത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ വിശുദ്ധനൊന്നുമല്ല. ഇവിടെ വന്ന് എന്നെ നിന്ന് തെറി പറഞ്ഞാൽ ഞാനും തിരിച്ച് തെറി പറയും. അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും വലിയ പാവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളും തെറി വിളിച്ചോളൂ. നിങ്ങളും തെറി വിളിച്ചോ? ഷിബു അനുയായികളെ പഠിപ്പിക്കുക, എന്നെ തെറി വിളിച്ച് ഞാൻ തിരിച്ചു തെറി വിളിക്കുക, അതൊന്നും വലിയ പാവമല്ല. നിങ്ങളും തെറി വിളിച്ചോ? അപ്പോൾ അത് ദൈവവചനം എന്താ പറയുന്നത്? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ്. അതാണ് ബൈബിളിൻ്റെ പഠിപ്പിക്കൽ. പക്ഷേ ഈ പാഷാണ്ടി ഷിബു പറയുകയാണ്, ഇല്ല, നിങ്ങളെ തെറി അണികളെ പഠിപ്പിക്കുന്നത്, അനുയായികളെ പഠിപ്പിക്കുന്നതാണ്. അപ്പം ഈ എത്ര അപഹാസ്യമാണെന്ന് നോക്ക്. ഒരുത്തൻ ദൈവത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രത്തോളം അധപ്പതിക്കുമെന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ പാഷാണ്ടി ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഇവർ വേറെ ആയതുകൊണ്ട് യഹോവയെ തെറി വിളിക്കും, മനുഷ്യരെ മാത്രമല്ല. മനുഷ്യരെ തെറി വിളിക്കുന്നത് നമുക്ക് മനസ്സിലാകാം, മനുഷ്യരെ തെറി വിളിക്കും. പക്ഷെ ഇവർ യഹോവയെയും തെറി വിളിക്കും. ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്നവരാണ്. ദൈവത്തെ തെറി വിളിക്കാൻ ഒരു മടിയില്ലാതെ, ദൈവത്തെ അപഹസിക്കാൻ, പുച്ഛിക്കാൻ, പരിഹസിക്കാനൊന്നും ഒരു മടിയുമില്ലാത്ത കൂട്ടരാണ്. ഞാനൊരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും, പക്ഷെ വേറെ നിവൃത്തിയില്ല. ഇത് കേൾക്കണം. ഇവൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ അത് നിങ്ങൾക്ക് ഉപകരിക്കും. അടുത്ത ആ ക്ലിപ്പ് കേട്ടോ. യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക, അവൻ വെറുമലവലാദിയാ. യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക, അവനൊരു പർവ്വതദേവനാ. ആപത്തിൽ നമ്മുടെ പള്ളയ്ക്ക് കുത്തിയിടും, സമയത്ത് കാല് മാറിടും. ഇടയ്ക്കിടെ എട്ടിന്റെ പണികൾ തന്നിടും, ഇവനൊരു പരമാചറ്റയാ. യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക, അവൻ വെറുമലവലാദിയാ. ഇസ്രായേൽ മക്കൾ മീൻ ചോദിച്ചപ്പോൾ പാമ്പിനെ അയച്ചതും ഇവൻ താൻ. ഇസ്രായേൽ മക്കൾ മീൻ ചോദിച്ചപ്പോൾ പാമ്പിനെ അയച്ചതും ഇവൻ താൻ. 6 ലക്ഷം പേരെ ഇറക്കി കൊണ്ടുപോയി 2 പേരെ അക്കരെ എത്തിച്ചു. 6 ലക്ഷം പേരെ ഇറക്കി കൊണ്ടുപോയി 2 പേരെ അക്കരെ എത്തിച്ചു. യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക, അവൻ വെറുമലവലാദിയാ. യേശുദാസിന്റെ പാട്ട് പോരട്ടെ. ഏത് മലങ്കര ഓർത്തഡോക്സ് സഭക്കാരാണ് ഇങ്ങനെ യഹോവ പിശാചാണെന്ന് പറയുന്നത്? ഇവനും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഈ പാഷാണ്ടി ഷിബുവും പറയുന്നത് താൻ മലങ്കര ഓർത്തഡോക്സുകാരനാണെന്നാണ് പറയുന്നത്. ഓർത്തഡോക്സ് ആണെന്ന് യാക്കോബായാണെന്ന് മാറി മാറിയാവും പറയുന്നുണ്ട്. എന്തോ ആകട്ടെ, ഞാൻ ചോദിക്കട്ടെ, യാക്കോബക്കാരനായാലും ഓർത്തഡോക്സുകാരനായാലും ആരാണ് ഇങ്ങനെ യഹോവയെ പിശാച് എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത്? ആരാണ് യഹോവയെ ചീത്ത വിളിക്കുന്നത്, യഹോവയെ നിന്ദിക്കുന്നത്? മനുഷ്യൻ മനുഷ്യനോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്ഷമ കിട്ടും. പക്ഷെ മനുഷ്യൻ ദൈവത്തോട് തെറ്റ് ചെയ്താലോ, മനുഷ്യൻ ദൈവത്തിനെ ചീത്ത വിളിച്ചാലോ, ദൈവത്തിനെ നിന്ദിച്ചാലോ എന്തായിരിക്കും അവൻ്റെ ഗതി നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ
യാക്കോബക്കാരായാലും ഓർത്തഡോക്സുകാരായാലും നമുക്കറിയാം അവരാരും ഇങ്ങനെയുള്ളൊരു കാര്യം വിശ്വസിക്കുന്നവരല്ല. യഹോവയെ പിശാചെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല അവർ. അപ്പോൾ ആ പാഷാണ്ഡോപദേശം, യഹോവ പിശാചാണെന്നുള്ള പാഷാണ്ഡോപദേശം ഷിബു ഇവരെ പഠിപ്പിച്ചിരിക്കുന്നു. ആൽബർട്ട് യോഹന്നാൻ അടക്കമുള്ളവർ അത് വിശ്വസിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ പറ്റില്ല. പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെതിരാകും. ഓർത്തഡോക്സുകാരുടെ മുമ്പിലോ അല്ലെങ്കിൽ യാക്കോബായക്കാരുടെ മുമ്പിലോ പോയിട്ട് ഇത് പറയാൻ പറ്റുമോ പബ്ലിക്കിൽ? ഇല്ല. അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തെയാണ് പിശാചെന്ന് പറയുന്നത്. അവർ സമ്മതിക്കുകയില്ല, അവരെതിർക്കും. അപ്പോൾ ഈ എതിർപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇവർ ഞങ്ങൾ ജി ആണെന്നുള്ളത് പറയാണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് പറയട്ടെ, ഈ തിരുനാമത്തെ നിന്ദിക്കുന്നവൻ, തിരുനാമത്തെ അപമാനിക്കുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണ്. പഴയ നിയമത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലൊന്നും നിങ്ങൾ കൂടിയേക്കരുത്. ഈ ഗാർബേജ് ഗാങ്ങിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂടിയേക്കരുത്. ശപിക്കപ്പെട്ടവരായിട്ട് തീരും. തിരുനാമത്തെ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം അങ്ങനെ ശപിക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ മാറാതിരിക്കുക. ഇനി വേറൊരു കാര്യം, പഴയ നിയമത്തിൽ ഇത്ര ആൾക്കാരെ യഹോവ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവർ. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബുവിന് തോന്നുന്നതാണ് കണക്ക്. ഷിബുവിന് ഒരു സമയത്ത് തോന്നും ഇത്ര ലക്ഷം ആൾക്കാരെ കൊന്നു, പിന്നെ തോന്നും അത്രയല്ല അതിൽ കൂടുതൽ കൊന്നു, പിന്നെ തോന്നും അതിൽ കൂടുതൽ കൊന്നു. പുള്ളിക്ക് എപ്പോൾ തോന്നുന്നു അതാണ് കണക്ക്. പക്ഷേ ഈ മണ്ടന്മാരായ അണികളുണ്ട്. ആ അണികളെ സംബന്ധിച്ച് ഈ പുള്ളി പറയുന്നത് വേദവാക്യമായതുകൊണ്ട് അങ്ങനെ തന്നെ അത് പഠിച്ചു വച്ചിട്ടുണ്ടായിരിക്കും. തെളിവൊന്നുമില്ലാതെ പുള്ളി പറയാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര ലക്ഷം ആൾക്കാരെ യഹോവ കൊന്നു എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അണികളുടെ വിചാരം ഈ പൊട്ടം പറഞ്ഞത് സത്യമാണെന്നാണ്. അവരതങ്ങനെ തന്നെ വിശ്വസിച്ച് ആ കണക്ക് അങ്ങനെ തന്നെ മനഃപ്പാടമാക്കും. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഷിബു വന്നിട്ട് പറയുമ്പോൾ വേറെ കണക്കായിരിക്കും. ആ സമയത്ത് പുള്ളിയുടെ മനസ്സിൽ തോന്നുന്നതാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ അന്നേരം അണികൾ ചോദിക്കുക, അല്ല മുമ്പ് പറഞ്ഞത് ഇത്രയല്ലേ? അപ്പോൾ ഷിബു അത് തന്നെ നോക്കിക്കോ, അടുത്ത ക്ലിപ്പുകൾ കേട്ട് നോക്കിക്കോ. അടുത്ത ഒരു കാര്യം ഞാൻ പറയും, 27,36,634 പേരെ യഹോവ കൊന്നെന്ന് ബൈബിളിൽ തെളിവുണ്ട്. 28,21,364 ആ, അത്രയും പേരെ കൊന്നിട്ടുണ്ട്. അത്രയും പേരെ അല്ല, ഈ ചെറിയൊരു കണക്കിലെ ആളെ കൊന്നതിനാണോ ഇങ്ങനെ? ഞാനിവിടെ ഒരു ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആർക്കും അയച്ചു തരുന്നു? മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന സുബിൻ അയച്ചു തരട്ടെ. അതൊന്ന് പിൻ ചെയ്തോ, അല്ലെങ്കിൽ ആരെയൊന്ന് ഓഡിയോ ഒന്ന് കേൾപ്പിക്കുന്ന ഉള്ള ഡിയൂസ് ഉണ്ടോ? ഏറ്റവും ആദ്യം ഇരിക്കുന്ന ആൾക്കും അയച്ചോ? അപ്പോൾ ഷിബു പറയാണ് 27,36,634 പേരെ പഴയ നിയമത്തിൽ യഹോവ കൊന്നതായിട്ട് തെളിവുണ്ട്, ബൈബിളിൽ തെളിവുണ്ട്. അപ്പോൾ ഉടനെ കേട്ടുകൊണ്ടിരുന്ന ആൾ ഇത് മുമ്പ് ഷിബു പറഞ്ഞ വേറെ കണക്കാണ്. അപ്പോൾ ചോദിക്കണം, അല്ല ഇത് 28,21,364 പേരല്ലേ? അപ്പോൾ ഷിബു പറഞ്ഞാൽ അതന്നെ. ഇതൊന്നുമില്ല. അതായത് പുള്ളിക്ക് വായ തോന്നുന്നതാണ് കണക്ക്. അത് അങ്ങനെ തന്നെ മനഃപ്പാടമാക്കി വയ്ക്കാൻ കുറേ മണ്ടന്മാരും ഉണ്ട്. ഈ തലച്ചോറില്ലാത്ത കുറേ ആൾക്കാരെ കിട്ടി. അതൊക്കെയാണ് ഷിബുവിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കൊന്നും ഇല്ലാത്ത ഭാഗ്യവും അതാണ്. നമ്മുടെയൊക്കെ നിർഭാഗ്യമാണ്. ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാരെ എടുത്ത് നമുക്കിതുപോലെ ഉടായിപ്പ് പറയാൻ പറ്റില്ല. അവരത് വായിക്കുന്ന സംശയങ്ങൾ ചോദിക്കും, നമ്മൾ ആ സംശയം തീർത്തു കൊടുക്കണം. ഇവർക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഷിബു എന്ത് പറയുന്നു അതാണ് ഇവരുടെയൊക്കെ വേദവാക്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഷിബു ഇത് പറയുന്നത്, ഈ സംഗതി, ഈ ക്ലിപ്പ്, ഇപ്പം കേട്ട ക്ലിപ്പുണ്ടല്ലോ, ഇത് പറയുന്നത് ഷിബുവിൻ്റെ റൂമിലല്ല. ഷിബുവിൻ്റെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഗാർബേജ് ഗാങ്ങിൻ്റെ റൂമിലല്ല. ഇത് റോമൻ കത്തോലിക്കരുടെ റൂമിലിരുന്നിട്ടാണ് ഷിബു ഈ പഠിപ്പിക്കൽ നടത്തുന്നത്. ക്ലബ് ഹൗസിലെ റോമൻ കത്തോലിക്കരുടെ റൂമുകളിൽ ഇരുന്നിട്ടാണ് അത് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ആ ക്ലിപ്പ് ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യാം. അഡ്മിനായിട്ടിരിക്കുന്ന ആളുകൾ, പച്ചക്കുത്തിട്ട് മോഡറേറ്ററായിട്ടിരിക്കുന്ന ആളുകൾ എല്ലാം റോമൻ കത്തോലിക്കരാണ്. ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയും, 27,36,634 പേരെ യഹോവ കൊന്നെന്ന് ബൈബിളിൽ തെളിവുണ്ട്. 28,21,364 ആ, അത്രയും പേരെ കൊന്നിട്ടുണ്ട്. അത്രയും പേരെ അല്ല,
ഈ ചെറിയൊരു കണക്കിലെ ആളെ കൊന്നതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിവിടെ ഒരു ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആർക്കും അയച്ചു തരുന്നു. മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന സുബിൻ അയച്ചു തരട്ടെ. അതൊന്ന് പിൻ ചെയ്തോ, അല്ലെങ്കിൽ ആരെയൊന്ന് ഓഡിയോ ഒന്ന് കേൾപ്പിക്കുന്ന ആരുള്ള ഡിയൂസ് ഉണ്ടോ? ഏറ്റവും ആദ്യം ഇരിക്കുന്ന ആൾക്കും അയച്ചോ? ഈ സുബിൻ എന്നൊക്കെ പറയുന്നത് അവിടെ ക്ലബ് ഹൗസിലെ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളിൽപ്പെട്ട ആൾക്കാരാണ്, അവരേതാണ്. അപ്പോൾ ഈ ഷിബുവിൻ്റെ ഇത്തരം പാഷാണ്ട ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ക്ലബ് ഹൗസിലെ റോമൻ കത്തോലിക്കർ അവരുടെ റൂമുകൾ ഷിബുവിനൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ പാഷാണ്ട ഉപദേശങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്ലബ് ഹൗസിലുള്ള റോമൻ കത്തോലിക്കരിൽ പലരും ഷിബുവിൻ്റെ ഈ പാഷാണ്ട ഉപദേശം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഷിബുവിൻ്റെ ഈ പാഷാണ്ട ഉപദേശം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവരിൽ പലരും. അത് സാധാരണ കത്തോലിക്കരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ക്ലബ് ഹൗസിനകത്ത് അപ്പോളജിസ്റ്റുകളെന്നും പറഞ്ഞ്, കത്തോലിക്ക അപ്പോളജിസ്റ്റുകളെന്നും പറഞ്ഞ് നടക്കുന്ന ടീമുകളുണ്ട്. അവരുടെ കാര്യമാണ് പറയുന്നത്. അതിന് തെളിവായിട്ട് ഞാൻ 2 ക്ലിപ്പുകൾ കേൾപ്പിക്കാം. ഇഷ്ടംപോലെ ക്ലിപ്പുകളുണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ 2 ക്ലിപ്പ് കേൾപ്പിക്കാം. ഇവർ ചോദിക്കുകയാണ് യഹോവ ആരാണെന്നൊക്കെ ചോദിക്കുന്ന ക്ലിപ്പുകളുണ്ട്, കേട്ടോ. എന്റെ ചോദ്യം അൽകുമാറേയപ്പ, നാളെ നീ വെളുപ്പിക്കണം. നിനക്ക് എങ്ങനെ ബൈബിളിലെ യുദ്ധത്തിനെ പറ്റി നിനക്ക് എങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? അതൊക്കെ ദൈവം കൊടുത്തതാണെന്നാണോ നിന്റെ ധാരണ? എന്റെ ദൈവം അത്രക്കാരനൊരു ദൈവമല്ല. എന്റെ ദൈവം നീതിമാനായ ദൈവമാണ്, നീതിയുള്ള ദൈവമാണ് എന്റെ ദൈവം. ഇത് ജെയ്മോൻ ജെ ജോയി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക അപ്പോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് പഴയ നിയമത്തിലെ യുദ്ധങ്ങളൊക്കെ എന്നോടാണ് ചോദിക്കുന്നത്, അൽകുമാർ അയ്യപ്പ നിനക്ക് ഇതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റുമെന്ന്. പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ, അപ്പോൾ എൻ്റെ ദൈവം നീതിമാനായ ദൈവമാണ്. പഴയ നിയമത്തിലെ യുദ്ധങ്ങളൊന്നും നീതിയുള്ളതല്ല, അനീതി നിറഞ്ഞതാണ്. അതുകൊണ്ട് ആ ദൈവമല്ല എന്നുള്ള ആശയമാണ് ഈ ജെയ്മോൻ ജെ ജോയി കൊണ്ടുവരുന്നത്. ഷിബുവിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഷിബുവൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ പാഷാണ്ട ഉപദേശം ഇവരുടെ തലയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അടുത്തത് വേറൊരു ക്ലിപ്പ് കൂടിയുണ്ട്. അടുത്ത ക്ലിപ്പ് ഇട്ട ബ്രദറെ. എന്റെ ചോദ്യം അൽകുമാറെ, താനൊക്കെ എന്തിനാണോ ഈ പുസ്തകം നടക്കുന്നത്? തനിക്ക് ഉൾപ്പില്ലേ ഈ പുസ്തകം ദൈവമാണ് പറഞ്ഞ് ചുമന്ന് നടക്കാനായിട്ട്? നിങ്ങളുടെ ദൈവമല്ല. എന്തോ നിങ്ങളുടെ ദൈവം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവം. അത് യഹോവയാണോ? ഈ യഹോവ ആരാ സാധനം? ബെസ്റ്റ്. നിങ്ങൾ ഈ വന്നു നടക്കുന്ന ബൈബിളിലുള്ള പേരാണല്ലോ ദൈവത്തിന്റെ ഒരു യഹോവ. ഒന്ന് കാണിച്ച് യഹോവ ആരാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. യഹോവ ആരാണ്? യഹോവ ആരാണെന്നാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ആള് ഒരു റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഇവരെയൊക്കെ വലയിൽ വീഴ്ത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കത്തോലിക്കർ ഉപയോഗിക്കുന്ന POC ബൈബിളിൽ യഹോവ എന്ന വാക്കില്ല, പകരം കർത്താവ് എന്നുള്ള വാക്കാണ്. നമുക്കറിയാം കർത്താവ് എന്നുള്ള വാക്ക്. അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അവരുടെ ആ പരിഭാഷയ്ക്ക് വേണ്ടി അവർ എടുത്തിരിക്കുന്നത് സെപ്റ്റുജിൻ്റാണ്. അതിനകത്ത് ക്യൂരിയോസ് എന്നുള്ള വാക്കാണ്, ഗ്രീക്ക് പരിഭാഷയായതുകൊണ്ട് അതാണ് അവർ കർത്താവ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കൈവശമുള്ളത് മസോറിക് ടെസ്റ്റാണ്, യാഹുവേ എന്നുള്ള വാക്കാണ് നമ്മൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് കത്തോലിക്കരുടെ POC പരിഭാഷയിൽ യഹോവ എന്നുള്ള വാക്കില്ല, കർത്താവ് എന്നുള്ള വാക്കല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് യഹോവ എന്നുള്ള വാക്കിന് പ്രാധാന്യമില്ല, യഹോവയ്ക്ക് പ്രാധാന്യമില്ല, യഹോവയെ നിങ്ങൾ തള്ളിക്കളയണമെന്നൊക്കെ പറയുമ്പോൾ ഈ കത്തോലിക്കരിൽ പലരും ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഈ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളിൽ പലരും അത് വിശ്വസിക്കുന്നു. ജെയ്മോൻ ജെ ജോയിയൊക്കെ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത് യഹോവ ആരാ, യഹോവ നീതിമാനായ ദൈവമല്ല എന്നൊക്കെ ഇവരെ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഈ യഹോവ ആരാണെന്നൊക്കെ ഇവർ ചോദിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഞാൻ പറഞ്ഞല്ലോ, POC ബൈബിളിൽ അതില്ല എന്നുള്ള ഷിബുവിൻ്റെ വാദമാണ്. പക്ഷേ ഷിബു പറയുന്നത് സത്യമാണോ? അല്ലെങ്കിൽ ഈ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളും അവരുടെ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ഈ പറയുന്ന വാദം സത്യമാണോ? POC ബൈബിളിൽ യഹോവ എന്നുള്ള വാക്കില്ലേ? ഉണ്ട്. POC ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യഹോവ എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. ഒന്ന് പുറപ്പാട് പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 22:14. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ യിരേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. യാഹ്വേ യിരേ, യാഹ്വേ എന്നുള്ള വാക്ക് കത്തോലിക്കരുടെ POC പരിഭാഷയ്ക്കകത്തുണ്ട്. യഹോവ പ്രദാനം ചെയ്യുന്നു, യഹോവ കരുതിക്കൊള്ളും, യഹോവ വേണ്ടെന്നെല്ലാം തന്നുകൊള്ളും എന്നുള്ളതാണ് യാഹ്വേ യിരേ. പുറപ്പാട് പുസ്തകം 17:15. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വേ നിസ്സി എന്ന് പേരിട്ടു. യഹോവ എൻ്റെ കൊടി. അവർക്ക് വിജയം കൊടുത്തപ്പോൾ, അമാലേക്കുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയം കൊടുത്തു കഴിഞ്ഞപ്പോൾ മോശ ചെയ്തതാണ്, യാഗപീഠം പണിത് അതിന് യാഹ്വേ നിസ്സി എന്ന് പേരിട്ടു. യഹോവ എന്നുള്ള വാക്ക് അവരുടെ പരിഭാഷയ്ക്കകത്തുണ്ട്. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു, അതിന് യാഹ്വേ ഷലോം എന്ന് പേരിട്ടു.
അബിയേസർ വംശജരുടെ ഒഫ്രായിൽ അത് ഇന്നും ഉണ്ട്. യാഹുവെ ഷലേം, യാഹുവ നമ്മുടെ സമാധാനം എന്നർത്ഥമാണ്. യാഹുവ സമാധാനം. അപ്പോൾ ഈ നാം കാണുന്നു ഈ POC പരിഭാഷയ്ക്കകത്ത്, റോമൻ കത്തോലിക്കരുടെ POC പരിഭാഷയ്ക്കകത്ത് യഹോവ എന്നുള്ള വാക്കുണ്ട്. അതുണ്ടായിരിക്കുകയാണ് ഈ ഷിബു പീഡിയക്കലൊക്കെ ഇവരെ പറഞ്ഞു പറ്റിക്കുന്നത്. നിങ്ങളുടെ ബൈബിളിനകത്ത് യഹോവ എന്നുള്ള പേരില്ല, അതുകൊണ്ട് നിങ്ങൾ യഹോവയിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇത് ഇവരുടെ ഈ വാദം പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞങ്ങൾ ഇതൊക്കെ ക്ലബ് ഹൗസിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി തീർന്നില്ല. നമുക്കറിയാം ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നൊരു ഒരു വാക്യമുണ്ടല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പക്ഷേ ഈ ഷിബുവിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കലാണ്. ആൾക്കാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്, തല്ലുപിടുത്തം ഉണ്ടാക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ മകനെന്നല്ല, അവനൊക്കെ പിശാചിൻ്റെ മകനെന്നാണ് വിളിക്കേണ്ടത്. കാരണം സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ കലഹം ഉണ്ടാക്കുന്നവരാരാണ്? പിശാചിൻ്റെ മക്കളാണ്. ഇത് നോക്കിക്കോ, ഷിബു തന്നെ സ്വയം പറയുന്നതാണ്, ഞങ്ങളാരും പറയുന്നതല്ല, ഷിബു തന്നെ സ്വയം പറയുന്നതാണ്. ഞാൻ തന്നെയാണോ അത് ചെയ്യുന്നത്? കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ തെറ്റിക്കുന്നതും, അവിടെ ചൂടേറിയ വാക്പോരുണ്ടാക്കുന്നതും, അതിൽ എണ്ണ പകരുന്നതും, അതിന് ആയുധം എത്തിച്ചു കൊടുക്കുന്നതും അത് ഞാനാണ്. ഇനിയും ചെയ്യും. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? ശിവ ചോദിച്ചത് കേട്ടോ. ശിവ ചോദിക്കണം, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അതിനകത്ത് എണ്ണ പകരുന്നു, അത് ചൂട് പിടിപ്പിക്കുന്നു, കത്തിക്കുന്നു, എല്ലാം ചെയ്യുന്നത് ഞാനാണ്, ഇനിയും ചെയ്യും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ദൈവമക്കൾ ചോദിക്കുന്ന വാക്കാണോ അത്? ദൈവ പൈതൽ ഇങ്ങനെയുള്ള പ്രവൃത്തിയാണോ ചെയ്യുക? ഇല്ല, അവർ സമാധാനം ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ. ഇവർ സമാധാനം ഉണ്ടാക്കാറില്ല, ഇവർ കുത്തിത്തിരിപ്പിൻ്റെ ആശാന്മാരാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ആൾക്കാർ സമാധാനവും സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരുടെ ചെന്ന് കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് നമുക്കെതിരെയാണ് ആരോപണം. നിങ്ങൾ സുവിശേഷവുമായിട്ട് പോകുന്നു, സുവിശേഷം പറയുന്നു, അവിടെ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ഇവരാണ് അതൊക്കെ ചെയ്യുന്നത്. ഇവരത് ചെയ്തിട്ട് നമ്മുടെ മേലെ ആരോപിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ കുത്തിത്തിരിപ്പ് കാരണം കുറേ നാൾ ക്ലബ് ഹൗസിനകത്ത് ഞങ്ങളും മറ്റ് റോമൻ കത്തോലിക്കരുമായിട്ട് കുറേ നാൾ അടിയുണ്ടായി. പക്ഷേ ഷിബുവിൻ്റെ ഈ കുത്തിത്തിരിപ്പ് സ്വഭാവം കാരണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് കത്തോലിക്കരും ഷിബുവിൻ്റെ ടീമും തമ്മിലായി അടി. അപ്പോൾ ആ അടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഷിബുവിൻ്റെ വായിലെ നാവ് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അമ്മാതിരി ഡയലോഗൊക്കെയാണ് ഷിബു അവരെ പറഞ്ഞിരുന്നത്. അന്ന് അടി കിട്ടി കരഞ്ഞ കുറേ ആളുകളുണ്ട്. ഷിബുവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടി കരഞ്ഞ കുറേ എണ്ണമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ആൽബർട്ട് യോഹന്നാനുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് നടക്കുമെന്ന് കണ്ടപ്പോൾ ഞങ്ങളോടുള്ള വിരോധത്തിൻ്റെ പുറത്ത് ക്ലബ്ബ് ഹൗസിൽ ചില റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകൾ റൂമുകളിട്ടിട്ട് ഷിബു പീഡിയക്കലിന് സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടു. ഞങ്ങളോടുള്ള വെറുപ്പിൻ്റെ പുറത്താണ്, വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഇവർ കൊടുക്കുകയാണ്. ഷിബുവിനൊക്കെ ഭയങ്കര സപ്പോർട്ട്, ആൽബർട്ട് യോഹന്നാനൊക്കെ സപ്പോർട്ട് കൊടുക്കുകയാണ്. മനുഷ്യനായി കഴിഞ്ഞാൽ അല്പമൊക്കെ ലജ്ജ വേണം. കാരണം ഞങ്ങളോടുള്ള എതിർപ്പിൻ്റെ പുറത്ത് ഷിബു പീഡിയക്കലിനെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന ഇതേ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളോട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷിബു പീഡിയക്കൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അടുത്ത ക്ലിപ്പ്. നിന്റെയൊക്കെ തള്ളമാർക്ക് ആ മുഖം ഓർമ്മയുണ്ടെങ്കിൽ വാടാ കത്തോലിക്കന്മാര്. ഷിബു പീഡിയക്കൽ ഒറ്റയ്ക്ക്, ഇടയ്ക്കൊരു ഹിന്ദു മോഡറേറ്റർ. നിങ്ങള് 20 പേര് ഓപ്പോസിറ്റ് ചലഞ്ച് ഡിബേറ്റിന് ധൈര്യമുണ്ടോ? എടാ, എന്റെ ഒരു ഗുഹ്യരോമത്തിന്റെ വില നിങ്ങളെ മൊത്തം തൂക്കി വിറ്റാൽ കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. നീയൊക്കെ മനസ്സിലായോ? അടങ്ങി ഇരുന്നോണം. എടാ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. എടാ, പറങ്കികളെ കണ്ടപ്പം വണങ്ങി നിന്ന് നിന്റെ അപ്പനും കുനിഞ്ഞു നിന്ന് കൊടുത്ത നിന്റെ അമ്മയും അതല്ലടാ നീ. അല്ല VC, ഈ വീഡിയോ വന്നു എന്ന് പറഞ്ഞാൽ എന്താ യൂട്യൂബിലാണോ ഇത്? എവിടെ വന്നു? ഏതോ ജോർജ് ഇത്രേ ഉള്ളൂ. എടാ, പറങ്കികളെ കണ്ടപ്പം പരിഭ്രമിച്ച് വണങ്ങി നിന്ന ഇവന്റെയൊക്കെ അപ്പന്മാരും പാവിരിച്ചു കൊടുത്ത അമ്മമാരും അല്ലേ ഉള്ളേ? അതല്ലേടാ സിഗ്രോ മലബാർ. നീ എന്നാ കോപ്പ ഇവിടെ ഉണ്ടാക്കുന്നത്? ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അന്തസ്സായിട്ട് പോടാ കോപ്പയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് യാക്കോയക്കാരായി. നീയൊക്കെ എന്നാ കോപ്പാടാ? നീയൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? പൊടാ. ഞാനിതിനകത്ത് ഒരു അഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല. കാരണം അവസാനം വരുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ, ഷിബു പറഞ്ഞൊന്നും ഉണ്ടാവില്ല. ഈ ക്ലബ് ഹൗസിൽ ഇത് കുറേ ആയി കാണുന്നു. ഷിബു ഇതുപോലെയൊക്കെ ഇവർക്കെതിരെ ഓരോന്ന് പറയും. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഷിബു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മളിത് കേൾപ്പിച്ചാൽ മതി.
അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത് ഞങ്ങളുടെ സ്ത്രീകളൊക്കെ മോശക്കാരാണ്, ഞങ്ങളുടെ സ്ത്രീകൾ പറങ്കികൾക്ക് പായ വിരിച്ചു കൊടുത്തു എന്ന് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞെന്നും പറഞ്ഞു. പിന്നെ എനിക്കെതിരെ റൂമിട്ട് ആഴ്ചകളോളം തെറിവിളിയാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും അപ്പൂപ്പനും വരെ വിളിക്കുവർ. എന്തിനാ വെറുതെ ഞാൻ തെറിവിളി കേൾക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഒരഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല. ഷിബുവിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് അറിയിക്കാൻ വേണ്ടി ക്ലിപ്പ് ഇട്ടുന്നേ ഉള്ളൂ. അടുത്ത ക്ലിപ്പ്. നിന്റെ എടാ കത്തോലിക്ക പടിമാരെ ഞാൻ നിന്നോടൊക്കെ പറയാം, സുറിയാനി പാരമ്പര്യം പറഞ്ഞാൽ താടിയും പൂടം വെക്കണം. നിന്റെ അച്ഛന്മാരെല്ലാം വടിച്ചൊരുമാതിരി മറ്റേ സ്വവർഗഭോഗം നടത്തുന്ന മോന്ത പോലെയാണല്ലോടാ കൊണ്ടു കിടക്കുന്നേ. എന്നാ പരിപാടിയാടാ നിന്റെയൊക്കെ അച്ഛന്മാർക്ക്? പൂട വെക്കടാ. ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നീ സുറിയാനിക്കാരനല്ല. സുറിയാനിക്കാർ ഞങ്ങളുടെ പത്രോസ് പാത്രിക്കീസ് മലങ്കര സന്ദർശിച്ചപ്പോ ഞങ്ങൾക്ക് കൽപ്പന തന്നിട്ടുണ്ട്. എന്റെ ഈ കൽപ്പന ഇരിപ്പുണ്ട്. പത്രോസ് പാത്രിക്കീസ് പറഞ്ഞിട്ടുണ്ട്, സുറിയാനി സഭയിലെ യുവാക്കൾ താടി വളർത്തണം. ശുഭ പീഡിയക്കൽ ആ കൽപ്പന ശിരസാ വഹിച്ച് താടി വളർത്തിയിരിക്കുകയാണ്. സുറിയാനി സഭയിലെ യുവാക്കൾ താടി വളർത്തണം. അറിയാവോ? എന്റെ കർത്താവിനെ ക്രൂശിച്ച റോമാക്കാർ തെണ്ടികളുടെ മുഖഷേപ്പ് വരുത്താൻ നിനക്ക് സുറിയാനിക്കാരൻ എന്റെ യേശുവിന്റെ ശിഷ്യന്മാരുടെ മുഖച്ചായയാണോ നിനക്ക്? അതോ ക്രൂശിച്ചവന്റെ മുഖച്ചായയാണോ? ഇതിലും ഞാനൊരു അഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല. അടുത്ത ക്ലിപ്പ്. ഇതവരുടെ കുർബാനയെ ഞാൻ ഒരിക്കലും നിന്നെ കണ്ട തല്ലത്തില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും കുഷ്ഠരോഗികളുടെ മേൽ കൈവച്ചിട്ടില്ല. സോറി, ഇതല്ല. ഞങ്ങൾ വേശ്യ സ്ത്രീകളെ തെറി വിളിക്കാറില്ല, കുഷ്ഠരോഗികളെ തല്ലാറില്ല. അതുകൊണ്ട് ക്ലബ് ഹൗസിലെ കത്തോലിക്കന്മാരെ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. എന്റെ പിച്ചയാടാ നിന്റെയൊക്കെ ജീവിതം. ഇടതുവശം ചേർന്ന് ഒതുങ്ങി പൊക്കോ കേട്ടറാ. മര്യാദക്ക് അതുവഴി പൊക്കോണം. അലക്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് സർനെയിം ഉണ്ടോടാ? നിനക്ക് വാലറ്റ് ഉണ്ടോ? നിന്നെ ആരും അറിയോ? നിനക്ക് എന്തെങ്കിലും അഡ്രസ് ഉണ്ടോ? നീ ആരാ എന്നെ വെല്ലുവിളിക്കാൻ? ഞാൻ പറയട്ടെ, ഇവന്മാരെ പോലെ നെറികെട്ടവന്മാരെ അല്ല, നെറികെട്ടെന്ന് പറഞ്ഞാൽ ഈ അലക്സ പുലക്സ ജയ കൂജ ഗീജ എന്നൊക്കെ ഇവനൊക്കെ ഏതാ? ആർക്കെങ്കിലും അറിയോ? നാണമില്ലല്ലോടാ കടന്ന് ഞൊളയ്ക്കാൻ. നീയൊക്കെ ഏതാ? നീ ആദ്യം സ്വന്തം പടം, നിന്റെ പേര്, നിന്റെ അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ ഇത് എന്റെ പ്രൊഫൈലിൽ നോക്കടാ. വാട്സാപ്പ് നമ്പർ അടക്കം കിടക്കുക. പറ്റുവാടാ നിനക്കൊക്കെ? പറ്റുവോ? മുട്ടാൻ വരുന്നു. പോയിടേ. അടുത്ത ക്ലിപ്പ് ഈ കത്തോലിക്കരുടെ കുർബാനയെ പരിഹസിക്കുന്നതാണ്. ഞങ്ങൾ ഈ വസ്തുമാറ്റോപദേശം സംബന്ധിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നവരല്ല. അത് വസ്തുമാറ്റോപദേശമൊന്നും അംഗീകരിക്കുന്നില്ല. സത്താമാറ്റമായാലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് മാന്യമായ ഭാഷയിലാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് അവരോട്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച നടത്താം, സംവാദം നടത്താം. മാന്യമായ രീതിയിൽ അതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള തെളിവുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് മുന്നോട്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇവർ ഭയങ്കര പ്രശ്നമായിരുന്നു. അയ്യോ ഞങ്ങളുടെ കുർബാനയെ അവഹേളിച്ച്, കുർബാനയെ കളിയാക്കി, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾക്കെതിരെ ഭയങ്കര പ്രശ്നമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഷിബു പീഡിയാക്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചോ, ഇവരുടെ കുർബാനയെക്കുറിച്ച് ഷിബു പീഡിയാക്കിൽ പറയുന്നത് ഞങ്ങൾ മാന്യമായ രീതിയിൽ വസ്തുമാറ്റോപദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ സത്താമാറ്റോപദേശത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ച പോലെയൊന്നുമല്ല. ഷിബു പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കിക്കോ. ഞാനൊരിക്കലും നിന്നെ കണ്ട തല്ലത്തില്ല. സീറോ മലബാറുകാരെ ഊമ്പിച്ച് നിന്റെയൊക്കെ തന്തൻ തള്ളയൊക്കെ ചത്തുപോകാനൊന്നും ജീവിതത്തിൽ കുർബാന അനുഭവിച്ചിട്ടില്ലടാ. നീയൊക്കെ കുർബാന ചേർന്ന് മരിക്കല്ലേ. നിന്റെയൊക്കെ അവർക്കൊന്നും കുർബാന കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഇവിടെ കൂടുതൽ ഷോ ഉണ്ടാക്കാൻ പറയണ്ട. വിഷയം ഇപ്പൊ ഈ നിനക്കും കിട്ടിയിട്ടില്ല, നിന്റെ തന്തയ്ക്കും കിട്ടില്ല, നിന്റെ തന്തയുടെ തന്തയ്ക്കും കിട്ടിയിട്ടില്ല. ഈ നായിന്റെ ഒക്കെ ഒന്നും കൊടുക്കേണ്ടത് വെച്ചു. വേണ പട്ടിയൊക്കെ കുർച്ച തിന്നിട്ട് പോട്ടും. എത്ര ഗതികളാണ് തിന്നിട്ടേ ഉള്ളൂ. അതാണ് അവരുടെ കുർച്ച തിന്നു. ആദാമിരുന്ന് തള്ളുന്ന കേൾക്കുമ്പോഴല്ലേ എനിക്ക് ഉള്ളിൽ സഹതാപം ഉണ്ടായിരുന്നു. ആദാമിരുന്ന് കുർബാനയാടാ, പെന്തക്കോസുകാരുടെ കുർബാനയാടാ, ജീവനാടാ എന്ന് പാവം. ആദാമിന്റെ വാക്കുകൾ പെന്തക്കോസുകാരുടെ ഇപ്പൊ അവര് പെന്തക്കോസുകാരും താഴെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം. അവന്റെ ഒന്നും ജീവിതത്തിൽ അവന് കിട്ടിയിട്ടില്ല സാധനം. പടപട്ടയെന്നും പറഞ്ഞോണ്ട് അച്ഛൻ തല നാലായിട്ടല്ല അത് കറക്റ്റാണ്. കാരണം മനോജ് ചിലപ്പോ കൊതിയോടെ നോക്കിയെന്നുണ്ട്, ഞാൻ കൊതിയോടെ നോക്കിയെന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് 4 മുറിച്ചിട്ട് ആ വീഞ്ഞിനകത്തോട്ട് ആഴ്ചയിട്ട് അവന്റെ അണ്ണാക്കിലോട്ട് അവൻ തിരികും. അന്നേരത്തോട്ട് ഊമ്പിക്കോ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ല, അപ്പൊ ഈ ശുശ്രൂഷ കൊടുക്കില്ലേ? ശുശ്രൂഷകർക്ക് മറ്റേ കിട്ടും. മറ്റേത് ഏതാ കുസ്തോതി കിടക്കുന്നത്? കുസ്തോതി കാണിക്കുന്നത്.
എടാ അത് മുറിച്ചാൽ എത്ര പേർക്ക് കൊടുക്കാം? അവനത് മുറിച്ച് അവന്റെ അണ്ണാക്കിലോട്ട് തിരികല്ലേ. അതാണോ റോമി എന്ന് പറഞ്ഞിരിക്കുന്നത്? നീ ഊമ്പിക്കോണം, മറ്റുള്ളവർ ഊമ്പിച്ചോണെന്ന്. എടാ ഇവൻ തന്നെ ഇരുന്ന് ഊമ്പുന്ന ഇതാണ് കുർബാന, ഇതാണ് ക്രിസ്ത്യാനിറ്റി. പങ്കുവെച്ചു കൊടുക്കണ്ടേ? ആ ഒരപ്പം മര്യാദയ്ക്ക് മുറിച്ച് അവിടെ നിൽക്കുന്നവർക്ക് കൊടുത്തിട്ട് തികഞ്ഞില്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് തരാം. ആ അന്തസ് ഇതല്ലല്ലോ. മുഴുവൻ പേർക്കും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഊമ്പിച്ചിട്ട് ഒറിജിനൽ ഇവൻ തന്നെ വിഴുങ്ങുക. മനസ്സിലായോ കോശിച്ചാൻ? ഇട്ട് കൊടുക്കുന്നു. ഇവരെ ഒന്നും കണക്കാക്കിയിട്ടേ ഇല്ല. ഇവരൊന്നും അപ്പത്തിന്റെ പങ്കാളികളുമല്ല. ഇവരുമായിട്ട് അതിന് ബന്ധവുമില്ല. അപ്പൊ ഇത്ര നാൾ ഈ കത്തോലിക്കൽ അനുഭവിച്ചത് കർത്താവിന്റെ ശരീരം അല്ലായിരുന്നു. ഓ മുഴുത്ത ഉണ്ടയാ പോടൂ. ഓക്കെ അച്ഛന്മാർക്ക് സങ്കടവും അത്ഭുതവും അല്ല എനിക്ക് വരുന്നു. ഈ ഒരു സംഗതി വന്നതോടുകൂടി അതുവരേക്കും ഷിബുച്ചായ എന്നൊക്കെ വിളിച്ച് കൂടെ നടന്നിരുന്ന കത്തോലിക്കർക്ക് വിഷമമായി. അവരുടെ പൂർവികരെ പറഞ്ഞപ്പോഴൊന്നും ഇല്ലാത്ത വിഷമമാണ് കുർബാനയെ പറഞ്ഞപ്പോഴും ഉണ്ടായത്. അപ്പോൾ അവർ പിന്നെ അയ്യോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, ഷിബു പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ റൂമിട്ട് കരച്ചിലായിരുന്നു. ആ കരച്ചിലിൻ്റെ ക്ലിപ്പും കേൾപ്പിച്ചു തരാം. അടുത്തത് എതിർക്കുന്നുണ്ട്. അവന്റെ നടു നമ്മൾ ചവിട്ടി ഓടിച്ചിരിക്കും. അതൊന്ന് പറയട്ടെ, എന്നിട്ട് ചെറിയാച്ചാന്റെ സുവിശേഷം 500 കൊല്ലത്തെ അടിമത്തെ അവസാനിപ്പിക്കടാ സീറോ മലബാറുകാരാ. ഈ സത്വത്തിലേക്ക് മടങ്ങുക. ഉൾക്കൊള്ള അപ്പം എടുത്ത് ആഘോഷിക്കും. പാശ്ചാത്യ മുഖത്തെ ഉടയ്ക്ക്. ഇത് കേട്ടോ ഡാനില് കേട്ടോ? അത് പോയോ? ഇതെന്താണത്? അപ്പൊ കണ്ട കാലം ഷിബു പാസ്റ്റർ അല്ല അവരൊക്കെ കണ്ടിരുന്ന കുർബാനൊക്കെ അസാധുവായ അത് ഈ ആനുകൂല്യം സ്വീകരിച്ചിട്ട് അവർ പോയി കണ്ട കുർബാനകളൊക്കെ അസാധുവായ കത്തോലിക്ക സഭയിൽ പോയിട്ട് എന്താണ് ഇവർ ഈ പറയണേ? കേട്ടാ ഡാനില് കേട്ടാ ഞാൻ വെച്ചത്? എന്റെ ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് വെളിയിൽ പോയായിരുന്നു. എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യമൊക്കെ. ഒരുപക്ഷെ ചിലർക്കൊക്കെ അത് ഇതായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല. അല്ല ഇത് വിഷയമല്ല. ഡാനില് ഇത് വിഷയമേ അല്ല. സഭകൾ തമ്മില് സഭകൾ തമ്മിൽ കരാറുകളുണ്ട്, അഗ്രിമെന്റ് ഉണ്ട്. അവര് തമ്മിൽ കൗദാശിക ഐക്യമുണ്ട്. അവര് തമ്മിലുള്ള എല്ലാ രീതിയിലും ഐക്യമുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ഒരു വിഷയം വെറുതെ എടുത്ത് കൊണ്ടുവരണേ? അതെന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല. എന്തിനാണ് ഈ വിഷയം? അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് വരെ ഷിബുവിൻ്റെ കയ്യിൽ നിന്നിങ്ങനെ അടികിട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കടന്ന ഈ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളാണ്, ക്ലബ് ഹൗസിലെ റോമൻ കത്തോലിക്ക അപ്പോളജിസ്റ്റുകളാണ് ഇപ്പോൾ ഈ ഡിബേറ്റിൻ്റെ കാര്യം വന്നപ്പോൾ, ആൽബർട്ട് യോഹന്നാനുമായിട്ടുള്ള ഡിബേറ്റിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങളോടുള്ള വിരോധം കാരണം ജിജിക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റൂമുകളിടുന്നത്. എന്നിട്ട് ഷിബുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനുഷ്യനായി കഴിഞ്ഞാൽ അല്പം നാണവും മാനവും ഒക്കെ വേണമെന്ന്. അവരങ്ങനെ ചെയ്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ ക്ലിപ്പുകൾ ഞാനിവിടെ കേൾപ്പിച്ചത്. അവർക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അവർ ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഞങ്ങൾ സുവിശേഷം പറയാൻ പോയി. ഞങ്ങളെ തടഞ്ഞത് റോമൻ കത്തോലിക്കരല്ല, ജിജിക്കാരനായ ആൽബർട്ട് യോഹന്നാനാണ്. ആൽബർട്ട് യോഹന്നാനെ ഞങ്ങൾ ഡിബേറ്റിനെ വിളിച്ചു. ആൽബർട്ട് യോഹന്നാൻ ഡിബേറ്റിന് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, ഇത് അവരെ ബാധിക്കുന്നതേ അല്ല. വിട്ടുകളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ വിട്ടുകളഞ്ഞില്ല. അവർ ക്ലബ് ഹൗസിൽ റൂം ഇട്ടിട്ട് ഞങ്ങൾക്കെതിരെ കുറേ വ്യാജ പ്രചരണവും അതോടൊപ്പം തന്നെ ഷിബുച്ചായനെ സപ്പോർട്ടുമാണ്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ, ചില മാസങ്ങൾക്ക് മുമ്പ് വരെ ഇതുപോലെ ഷിബുവിൽ നിന്ന് കേട്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്നവന്മാരാണ് ഇപ്പോൾ ഷിബുവിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അത് കണ്ടതുകൊണ്ടാണ് ഈ ക്ലിപ്പുകളൊക്കെ ഞാനിവിടെ കേൾപ്പിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. എന്തുകൊണ്ടാണ് ആൽബർട്ട് യോഹന്നാനെ പോലെയുള്ള ജിജിക്കാരോട് നിങ്ങൾ ജിജിക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ഓർത്തഡോക്സുകാരനാണെന്നുള്ള മറുപടി പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജിജി എന്ന പൈശാചിക ഉപദേശത്തിൻ്റെ നേതാവായ ഈ ഷിബു പീഡിയേക്കലിൻ്റെ സ്വഭാവമാണ് നമ്മളിപ്പോൾ കണ്ടത്. കുറച്ച് ഇനി പൊതുജനത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സരസ്വതികൾ അദ്ദേഹം പറഞ്ഞത് വേറെയുണ്ട്. അതിപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, ഇവിടെ ഒന്നും കേൾപ്പിക്കാൻ പറ്റുകയില്ല. മാന്യന്മാരുടെ സദസ്സിൽ കേൾപ്പിക്കാൻ പറ്റുന്നവയല്ല അത്. എന്നാൽ കേൾപ്പിക്കാൻ പറ്റുന്ന ചിലതൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചു. അതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഈ ഷിബു പീഡിയേക്കൽ, ഇവരുടെ നേതാവായിരിക്കുന്ന ഈ കുപ്രസിദ്ധ പാഷാണ്ടി ഷിബു പീഡിയേക്കലിൻ്റെ വായിലെ നാവ് ഈ രീതിയിലായതുകൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾ ജിജിക്കാരനാണെന്ന് പറയാൻ മടി. കാരണം
ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾക്കൊക്കെ കുറച്ച് പേർക്ക് അറിയാമെന്നേ ഉള്ളൂ, പൊതുസമൂഹത്തിനൊന്നും അറിയില്ല, ഇങ്ങനൊരു ടീം ഉണ്ടെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ജിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ജിയോ അതെന്ത് സാധനം, ആരാ നിങ്ങളുടെ നേതാവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിബു പീഡിയാക്കലിൻ്റെ പേര് പറയേണ്ടി വരും. ഷിബു പീഡിയാക്കലിൻ്റെ പേര് പറഞ്ഞാൽ ഇതേക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? യൂട്യൂബിലൊക്കെ പോയിട്ട് ഷിബുവിൻ്റെ പേര് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ വീഡിയോസ് വരും. വീഡിയോ കേൾക്കുന്നത് ഇതുപോലത്തെ ഭാഷയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് അവരോട് ചോദിക്കും, എടേ നാണമില്ലടേ നിനക്ക് ഈ ഷിബുവിനെയൊക്കെ പിന്തുടരാൻ, അയ്യയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കും. ആ പരിഹാസം അത് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവർ ഞാൻ ജി ആണെന്ന് പറയാതെ ഞാൻ ഓർത്തഡോക്സുകാരനാണ്, ഞാൻ മലങ്കരക്കാരനാണ്, ഞാൻ സുറിയാനിക്കാരനാണെന്നൊക്കെ ഉള്ള ഉഡായിപ്പ് ന്യായം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിനെയൊക്കെ ഗതികേടെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈ ഷിബുവിൻ്റെ വലയിൽ വീണ് കിടക്കുന്ന എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ അടിമകളോടും പറയുകയാണ്, നിങ്ങൾ വിട്ടുകള, ഈ ഷിബുവിനെ പോലെയൊക്കെയുള്ള അലവലാദികളെ നിങ്ങൾ വിട്ടുകള. ഷിബു നിങ്ങൾക്ക് അനുഗമിക്കാൻ കൊള്ളാവുന്നവനല്ല, നിങ്ങളെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. ഞാൻ തെറി വിളിക്കും നിങ്ങളും വിളിച്ചോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, സഹോദരന്മാർക്കിടയിൽ ഞാൻ ഭിന്നതയുണ്ടാക്കും, ഞാൻ പ്രശ്നം ഉണ്ടാക്കും, ഇനിയും ഉണ്ടാക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണുള്ളത്. അപ്പം അങ്ങനെയുള്ള ഷിബുവിനെയൊക്കെ നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ അപമാനിതരാകും, നിങ്ങൾ നാണം കെടും. അതൊരു വശം. മറുവശത്ത് യഹോവയെ തെറി വിളിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ചെല്ലാൻ പോകുന്നത് നരകത്തിലേക്കാണ്. എന്തിനാണ് വെറുതെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ശാപം വലിച്ച് തലയിൽ കയറ്റി വയ്ക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിങ്കിലേക്ക് വാ. യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിച്ചത് കൊണ്ട് ഒരിക്കലും ഒരാളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരികയില്ല. ഒരാളുടെ മുമ്പിൽ നിങ്ങൾ അപമാനഭാരത്താൽ വീർപ്പ് മുട്ടി നിൽക്കേണ്ടി വരില്ല. കൊല്ലം 20 നൂറ്റാണ്ടുകളായി. ഈ 20 നൂറ്റാണ്ടുകൾക്കിടയിൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, ആ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഒരാൾക്കും തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല. അത് നിങ്ങൾ ഓർക്കണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതേ സുവിശേഷം തന്നെയാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് എന്നുള്ള കാര്യം രാവിലത്തെ സെഷനിൽ വളരെ വ്യക്തമായിട്ട് ഷിജു ബ്രദർ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ ആ സുവിശേഷം നിങ്ങളത് വിശ്വസിക്കുക. ഈ ഷിബുവിൻ്റെ പാഷാണ്ഡോപദേശത്തിലല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് ദൈവവചനത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, യഹോവയിൽ വിശ്വസിക്കുക, സത്യദൈവമായിരിക്കുന്ന യഹോവയിൽ, സൃഷ്ടാവായിരിക്കുന്ന യഹോവയിൽ വിശ്വസിക്കുക. ആ യഹോവയിൽ വിശ്വസിച്ച ആ യഹോവ തന്നെയാണ് മനുഷ്യരായിട്ട് ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു എന്നുള്ള കാര്യം ഷിജു ബ്രദർ ഇനി തെളിയിക്കുന്നതാണ് ഇവിടെ അടുത്ത സെഷനിൽ. അതാണ്. അപ്പോൾ നിങ്ങൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന് സമാധാനം ഉണ്ടാക്കുന്നവരായി മാറി, നിങ്ങളും സമാധാനമുള്ളവരായി തീർന്ന് ദൈവമക്കളായി ഇവിടെ ജീവിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ലാതെ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഇവിടുത്തെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളികളായി നിയമലംഘകരായി ജീവിക്കുന്നതിനേക്കാളുമൊക്കെ എത്രയോ നല്ലതാണത്. അതുകൊണ്ട് ഈ ഷിബുവിൻ്റെ പുറകെ പോകുന്ന ചതിക്കുഴിയിൽ വീണ് കിടക്കുന്ന എല്ലാ അടിമകളോടും ആ വാക്ക് തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജിയുടെ അടിമകളോടും അക്ഷരാർത്ഥത്തിൽ അവർ അടിമകൾ തന്നെയാണ്, തലച്ചോറ് ഉപയോഗിക്കുന്നതേ ഇല്ല. ഷിബു എന്ത് പറയുന്നുവോ അതാണ് വേദവാക്യം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, 27,36,634 പേരെ യഹോവ കൊന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞ കണക്ക് വേറെ ഉടനെ ചോദിക്കുന്നു, അത് 28,21,364 പേരല്ലേ? അതെ, അത് തന്നെ. ഷിബുവിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞു, യഹോവ കൊന്നു, യഹോവയെ കൊലയാളിയാക്കണം, അത്രയേ ഉള്ളൂ. ആ മെൻറ്റാലിറ്റി ആയിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ പറയുന്നത് വേദവാക്യമായി കരുതുന്നവരെ അടിമകളെന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? അങ്ങനെയേ വിളിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ജിയുടെ അടിമകളായി നടക്കുന്നവരോടെല്ലാം ഞങ്ങൾ പറയട്ടെ, നിങ്ങളിനി അത് വിട്ടുകള. നിങ്ങളിന്ന് എതിർക്കുന്ന സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, സത്യസുവിശേഷം, നിത്യസുവിശേഷം, ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി മാറുക. അതുമാത്രമേ നിങ്ങളുടെ മുമ്പാകെ ഒരു രക്ഷാമാർഗമുള്ളൂ. മറ്റൊരു രക്ഷാമാർഗമില്ല, മറ്റൊരു രക്ഷകനുമില്ല. യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആ ആശംസയോടുകൂടെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.